യെസ് മക്കളെ, ഗുഡ് ഈവനിങ് എവരി വൺ. ഗുഡ് ഈവനിങ്. യാ ഓക്കെ. അപ്പോൾ എല്ലാവരും സുഖാണോ? ഉഷാറായിട്ട് ഇന്ന് കൈവശിക്കടാ. എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സിന്റെ എക്സാം അടിച്ചു പൊളിച്ച് തിമിർത്ത് എഴുതി ഉഷാറായിട്ട് ഇന്ന് കൈവശിക്കേ. ശരി, പോരല്ലോ, കൈവീശൽ കുറഞ്ഞു പോയല്ലോ. ഒന്നും കൂടെ. യെസ്, ഓക്കെ, സെറ്റാണ് അല്ലേ? പിന്നെ വിന്നേഴ്സ് പഠിച്ചിട്ട് എക്സാം പാടാന്ന് പറഞ്ഞ നാണക്കേട് ആർക്കാ? നിങ്ങൾക്കോ ഞങ്ങൾക്കോ? ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാം, എന്നാലും എല്ലാവരും ഒന്ന് കണ്ണുകളൊക്കെ അടച്ച് ഓക്കെ നിവർന്നിരിക്കുക. വിന്നേഴ്സിലുള്ള സ്റ്റുഡൻസും വിന്നേഴ്സിൽ ഇല്ലാത്ത സ്റ്റുഡൻസും എല്ലാവരും വീഡിയോ ഓൺ ആക്കി ഇരിക്കുക കേട്ടോ മക്കളെ. വീഡിയോ നിർബന്ധമായിട്ടും ഓൺ ആക്കി വേണം ക്ലാസ്സിലിരിക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാവരും നിർബന്ധമായും വീഡിയോ ഓൺ ആക്കി നല്ല ഉഷാറായിട്ട് കണ്ണുകളൊക്കെ അടച്ച് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവന്ന് ഓക്കെ ശേഷം ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, സാവധാനം പുറത്തേക്ക്. ഒരിക്കൽ കൂടി ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക്. ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കാം. എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് അർപ്പിക്കുന്നതായി മനസ്സിൽ കരുതുക. നല്ലപോലെ പഠിക്കാൻ പറ്റണമെന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നും SSLC എക്സാമിന് ഉന്നത വിജയം കൈവരിക്കാൻ പറ്റണമെന്നും ജീവിതത്തിൽ ഉയർന്ന വിജയം കൈവരിക്കാൻ പറ്റണമെന്നും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ച് പേരൻസിനെയും ടീച്ചേഴ്സിനെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർക്കും വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് കൂട്ടുകാരെയും സഹപാഠികളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ പോലെ തന്നെ അവർക്കും നല്ലപോലെ എക്സാം എഴുതാൻ പറ്റണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മക്കളെ, വീണ്ടും ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, സാവധാനം പുറത്തേക്ക്. ഒരിക്കൽ കൂടി ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക്. നല്ലൊരു പുഞ്ചിരിയോടുകൂടി പതിയെ കണ്ണുകൾ തുറക്കാം. ഓക്കെ, യെസ്, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് എവരി വൺ. ഓക്കെ മക്കളെ, അപ്പോൾ ഒരു പ്രത്യേക കാര്യം തുടക്കത്തിൽ തന്നെ പറയാം, കാരണം അവസാനത്തേക്ക് വെച്ച് ചിലപ്പോൾ ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് 7 മണിക്കായിരുന്നു ക്ലാസ്. AI ക്ലാസ് ഇന്ന് 7 മണിക്കായിരുന്നു. പക്ഷെ നാളെ മുതൽ സാധാ ടൈം തന്നെ ഫോളോ ചെയ്യും, 6:30 തന്നെയായിരിക്കും. ഓക്കെ, അത് എപ്പോഴും ഓർത്തിരിക്കുക. അല്ലാതെ നാളെ 7 മണിക്കാന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, ക്ലാസ്സിൽ കയറാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നാളെ മുതൽ 6:30 തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, കെമിസ്ട്രിയുടെ തന്നെ AI ക്ലാസ് ആയിരിക്കും നാളെയും മറ്റന്നാളും. ഓക്കെ, ഇപ്പോൾ ഫിസിക്സ് എക്സാം ഒക്കെ അടിച്ചു പൊളിച്ച് എഴുതിയെന്ന് പറഞ്ഞു. എളുപ്പമായിരുന്നു എക്സാം എന്നാ പറഞ്ഞത്. എളുപ്പമായിരുന്നോ? ആണെങ്കിൽ ഒന്ന് കഴിച്ചിക്കേ. പിന്നല്ല അല്ലേ, നമ്മൾ എത്ര റിവിഷൻ ചെയ്തു അല്ലേ? ഓണം, ക്രിസ്മസ്, നൈറ്റ് ക്ലാസ് തന്നെ 3 തവണ റിവിഷൻ ചെയ്തു. മോഡൽ എക്സാം എഴുതി, സ്കൂളിലെ മോഡൽ എക്സാം എഴുതി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്നുകൂടെയും പഠിച്ചിട്ട് പോയ എക്സാം ഇനി എന്ത് പാടാവാൻ അല്ലേ? ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഫുൾ A+ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ കെമിസ്ട്രിക്കും കൂടി A+ കിട്ടണമല്ലോ അല്ലേ? കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3 ചാപ്റ്റേഴ്സാണ്, 1, 2 and 3. ഓക്കെ, ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ, അത് ഏത് ചാപ്റ്ററാടാ? 5ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രണവ് സാർ വരുമ്പോൾ എടുത്തു തരും കേട്ടാ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇന്ന് ഞാൻ 3 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ മറ്റുള്ള ചാപ്റ്ററും കൂടി എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടാൽ അവിയൽ വരുവാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഇന്ന് 3 ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, തേർഡ് ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യിപ്പിക്കണുള്ളൂ. അതിൽ നിന്നെല്ലാം ഞാൻ അങ്ങ് പറഞ്ഞുതരാം. സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാവരും സെറ്റാണോ? ഓക്കെ, കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണ സെക്കൻഡ് ചാപ്റ്ററിലാണ് കേട്ടോ. ഓക്കെ, കാരണം സെക്കൻഡ് ചാപ്റ്റർ ഇത്തിരി പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതായിരിക്കും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോർത്ത് സെക്കൻഡ് ചാപ്റ്ററിനേക്കാളും ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് കൂടുതൽ ഫസ്റ്റ് ചാപ്റ്ററിനാണ്. അത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പോൾ തുടങ്ങിയാലോ? റെഡി ആണെങ്കിൽ എല്ലാവരും കൈവശിക്കേ. യെസ്, ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ജിൽ ജിൽ എന്ന് പറഞ്ഞ് നിൽക്കണം. ഓക്കെ, എന്നാലാണ് ഞാൻ ജിൽ ജിൽ എന്ന് പറഞ്ഞ് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ തുടങ്ങുവാണ്. The most stable outermost electronic configuration of 24C ആണ്. ക്രോമിയത്തിന്റെ
ഏറ്റവും സ്ഥിരതയുള്ള ഇലക്ട്രോണിക വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദ മോസ്റ്റ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം 3D10, 3D5, 3D4, 3D9. ഇത് പറയാൻ സാറേ ആര് വരും? വിന്നേഴ്സിൽ നിന്ന് വരുമോ അല്ലെങ്കിൽ വിന്നേഴ്സിന്റെ പുറത്തുനിന്ന് വരുമോ? ആര് വരും? നമുക്ക് ഫസ്റ്റ് വിന്നേഴ്സിലുള്ളവരെ വിളിക്കാം അല്ലേ? അല്ലേ? യെസ്. ആരാണ് സാർ? ഇതാ മേഘ അല്ലേ? യെസ്, മേഘ ഗുഡ് ഈവനിങ്. യെസ് മോളെ പറഞ്ഞോടാ. ഏതാണ്? ക്ലിയർ ആയില്ലല്ലോടാ. ഇങ്ങോട്ട് ക്ലിയർ ആണോ? ഒന്നുകൂടി പറഞ്ഞോ. 3D5. യെസ്, വെരി ഗുഡ്. 3D5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള കേട്ടോടാ. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, ഇത് തന്നെ ചോദിക്കും എന്ന് പറയുന്നില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. മനസ്സിലായല്ലോ? 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ മനസ്സിലാക്കി പഠിക്കുക 3D5. കാരണം നമുക്കറിയാം 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3D4 എന്നായിരുന്നു പറയേണ്ടത്. അത് എങ്ങനെ മാറ്റി എഴുതി? ക്രോമിയത്തിന്റെ കേസില് 4s1 3D5 എന്നാക്കി അല്ലെ? 4s1 3D5 എന്നാക്കി. അങ്ങനെ 3D5 ആണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. സോ 3D5 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസ് പ്രസന്റ് ഇൻ 56 ഗ്രാം നൈട്രജൻ. മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ ഇസ് 28. 56 ഗ്രാം നൈട്രജനിൽ അടങ്ങിയിട്ടുള്ള ഗ്രാം മോളിക്കുലർ മാസ് എത്ര? ഓക്കെ, അതായത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രാം, നമ്പർ ഓഫ് GMM. നമ്പർ ഓഫ് GMM ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് GMM. മക്കളെ, നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ എടുത്ത് എഴുതിക്കടാ. ഏതായിരുന്നു ഇക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്പർ ഓഫ് GMM ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GMM അല്ലെ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GMM. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GMM എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗിവൺ മാസ് എത്രയായിരുന്നു? 56 ഗ്രാം ആണ് അല്ലെ? 56 ഗ്രാം ആണ് ഇവിടുത്തെ ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ്. ഡിവൈഡഡ് ബൈ 1 GMM. നൈട്രജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ മോളിക്കുലർ എത്ര? N2. മോളിക്കുലർ മാസ് 28 ആണ് അല്ലെ? കാരണം അറ്റോമിക് മാസ് 14 ആണ്. അപ്പൊ മോളിക്കുലർ മാസ് 2 ഇൻറ്റു N2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 14 അല്ലെ? 28 ആണ്. അപ്പൊ എന്താണ്? 56 ഡിവൈഡഡ് ബൈ 28 ചെയ്യുമ്പോൾ നമുക്ക് 2 GMM എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണ് ഉഷാറായിട്ട് കൈവശിക്കേ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഫൈൻഡ് ദ നമ്പർ ഓഫ് GMM. നമ്പർ ഓഫ് GMM നമ്പർ ഓഫ് GAM നമ്പർ ഓഫ് മോൾസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം അല്ലെ? അപ്പൊ അതെന്ത് ചെയ്തോളണം? പഠിച്ചു വെച്ചോളണം. ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Analyze the situations given below and write the one which is related to Boyle's law. Okay, if an inflated balloon is kept in sunlight, it will burst after some time. എന്താണ് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ബോയിൽസ് ലോ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. വീർപ്പിച്ച ബലൂൺ സൂര്യപ്രകാശത്ത് വെക്കുമ്പോൾ പൊട്ടുന്നു. ബോയിൽസ് ലോ ആയിട്ട് ബന്ധമുണ്ടോ? ഇതിന് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ഇല്ല. എല്ലാവർക്കും ഇല്ല എന്നാലേ? ഓക്കെ, അപ്പോ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നു ബന്ധമില്ല. ഓക്കെ, നിങ്ങളാണ് എന്നെക്കാൾ വിവരം ഉണ്ട് ഇന്ന് നിങ്ങൾക്ക്. മനസ്സിലായല്ലോ? ഞാൻ SSLC കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ കഴിഞ്ഞിട്ട് 20 9-10 വർഷമായിട്ടുള്ളൂ. ഓക്കെ, 9 വർഷം. ഓക്കെ, 10 വർഷമായില്ല, 9 വർഷം. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിവരം ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ ആൻസർ ആയിട്ട് എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം as the balloon is being inflated, its volume increases. എന്താണ്? ബലൂണിനെ വീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വലുപ്പം വർദ്ധിക്കുന്നു. ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്തത്. The size of air bubbles rising from the bottom of a water body gradually increases. അക്വേറിയത്തിന്റെ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന കുമിളുകളുടെ വലിപ്പം വർദ്ധിക്കുന്നു. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇതും ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ കടമെടുക്കേണ്ടി വരും, വേറെ വെള്ളം എടുത്തുനിന്ന്. ഓക്കെ, ഇതായിട്ട് ബന്ധമുണ്ട് അല്ലെ? യെസ്, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബോയിൽസ് ലോ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അക്വേറിയത്തിന്റെ തൊട്ട് താഴെ നിന്ന് അല്ലെ കുമിളകൾ ഇങ്ങനെ പൊങ്ങി വരും തോറും അതിന്റെ വലിപ്പം വർദ്ധിക്കുന്നു. കാരണം ബോയിൽസ് ലോ പറയുന്നത് എന്താണ്?
പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, അതായത് മർദ്ദം കുറഞ്ഞു വരുന്നത് കൊണ്ട് വ്യാപ്തം കൂടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വിന്നേഴ്സിന് പഠിക്കുന്ന സ്റ്റുഡൻസിന് ക്ലിയർ ആയിരിക്കും. പുറത്തുനിന്നുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ മക്കളെ. സാറേ ഏത് ഐഡിയ ആണ് പുറത്തുനിന്നുള്ളത്? ഇത് ഐഡിയ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മക്കളെ നിങ്ങൾ വിന്നേഴ്സിലല്ലാത്ത സ്റ്റുഡൻസിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റോമിക് മാസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. എന്താണ്? മഗ്നീഷ്യത്തിന്റെ ഓക്സിജന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. ഹൗ മെനി ആറ്റംസ് ആർ ഇൻ ദയർ ഇൻ 120 gram mg? 120 gram മഗ്നീഷ്യത്തിലെ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? ഫൈൻഡ് ദ മാസ് ഓഫ് 4 × 6.0 220 10⁻23 ഓക്സിജൻ ആറ്റംസ്. എന്താണ്? 4 4 × 6.0 220 10⁻23 ഓക്സിജൻ ആറ്റംസിന്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, എന്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാ നമുക്ക് നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാടി പിടിച്ച് ആക്രാന്ത മൂത്ത് എഴുതാൻ പോകരുത്. മനസ്സിലായില്ലേ? നമുക്ക് എന്താ വെച്ചാൽ പഠിച്ച് അങ്ങോട്ട് തിളച്ച് നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ കാണണ വഴി ആക്രാന്ത മൂത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിന് ആൻസർ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പോകരുത്. കാരണം ക്വസ്റ്റ്യൻ ശരിക്കും എന്ത് ചെയ്തോളണം, മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? അറ്റോമിക് മാസസ് തന്നിട്ടുണ്ട് ഇല്ലേ? മഗ്നീഷ്യത്തിന്റെയും ഓക്സിജന്റെയും അറ്റോമിക് മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മഗ്നീഷ്യത്തിന്റെ 24 ആണെന്നും ഓക്സിജന്റെ 16 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 120 gram മഗ്നീഷ്യത്തിന്റെ നമ്പർ ഓഫ് ആറ്റംസ് എത്ര? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം മക്കളെ? നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കണം. വേണ്ടേ? നമ്പർ ഓഫ് GAM ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ല, തെറ്റുണ്ടോ? കാരണം ഞാൻ കുറച്ച് നാളായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. തെറ്റുണ്ടോ? ഇല്ല, ശരിയാണ്. ഓക്കെ, അതാരാണ്? അദ്വൈത് എം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശരിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കണം. ഓക്കെ, നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കുകയാണ്. നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? GAM ആണ് അല്ലെ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ GAM കണ്ടുപിടിക്കണം. അപ്പം എന്ത് ചെയ്തു? 120 ആണ് തന്നിരിക്കുന്ന മാസ് അല്ലെ? 120 gram ആണ് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അതിന്റെ GAM, അതായത് അറ്റോമിക് മാസ് എത്രയാണ്? 24 ആണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഇനി എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് GAM ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ലെ? അപ്പൊ എങ്ങനെ വരും? 5 × 6.022 × 10⁻23 എന്ന് വരും. ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് കൈവീശാം. സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് GAM നമുക്ക് കിട്ടി. സോറി, നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് കിട്ടി. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ മാസ് ഓഫ് 4 × 6.022 × 10⁻23 ഓക്സിജൻ ആറ്റംസ്. എന്താണ്? മാസ് കണ്ടുപിടിക്കണം. 4 × 6.022 × 10⁻23 ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാടാ? എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം നമ്പർ ഓഫ് GMM is equal to or number of GAM is equal to എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്പർ ഓഫ് GAM നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 4 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? കാരണം അവഗാഡ്രോ നമ്പറിന്റെ ഒപ്പം ഇൻറ്റു ചെയ്യുന്ന അല്ലെ? അവഗാഡ്രോ നമ്പറിന്റെ ഒപ്പം ഇൻറ്റു ചെയ്യുന്ന നമ്പർ എന്തായിരിക്കും? നമ്പർ ഓഫ് GAM അതല്ലെങ്കിൽ നമ്പർ ഓഫ് GMM അതല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾ ആയിരിക്കും. ശരിയാണല്ലോ അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ 4 എന്ന് പറഞ്ഞ് ഇവിടുത്തെ GAM അല്ലെ? അപ്പൊ എന്താണ്? നമ്പർ ഓഫ് GAM നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മാസ്. ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4 is equal to mass divided by അതിന്റെ GAM ഏതാണ്? 16. അപ്പൊ 16 × 4 ചെയ്താ ആൻസർ കിട്ടിയില്ല മക്കളെ? 16 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 64 എന്ന് കിട്ടും. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? ഇല്ല. ഏത് ഇക്വേഷൻ ഇട്ടാ ചെയ്തതെന്ന് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കിട്ടാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം നമ്പർ ഓഫ് GAM അല്ലെ? നമ്പർ ഓഫ് GAM is equal to മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? GAM അല്ലെ? അപ്പൊ നമ്പർ ഓഫ് GAM നമുക്ക് ഉണ്ട്. 4 എന്നുള്ള ആൻസർ ഉണ്ട് അല്ലെ? അപ്പൊ 4 is equal to മാസ് ഡിവൈഡഡ് ബൈ 16 അല്ലെ? ഇനി മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ 16 ഇപ്പുറത്തേക്ക് വിടുമ്പോൾ 16 × 4 16 × 4 ചെയ്തപ്പോൾ 64 കിട്ടി. ക്ലിയർ ആണോ എല്ലാവർക്കും? സെറ്റ് അല്ലേ? ആനുഷാറായിട്ട് കൈവിശിക്കേ. എമി സെറ്റ് ആണോ? ഓക്കെ, യെസ്.
ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എക്സാമിന് ചോദിക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആവും. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്യാസ് ഇൻ എ സിലിണ്ടർ ഓഫ് വോളിയം 2 liter is completely transferred into cylinders B of volume 4 liter without changing temperature. What is the new volume of the gas എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഒരു ഗ്യാസ് ഇൻ എ സിലിണ്ടർ ഓഫ് വോളിയം 2 liter, അതായത് ഒരു ഗ്യാസ് സിലിണ്ടർ ആണ്. ഓക്കെ, ആ ഗ്യാസ് സിലിണ്ടറിലെ വോളിയം എത്രയായിരുന്നു? ആദ്യത്തെ 2 liter ആയിരുന്നു. അത് സിലിണ്ടർ ബിയിലേക്ക് എന്ത് ചെയ്തു? മാറ്റി. അപ്പൊ അത് എത്ര ലിറ്റർ ആയിട്ട് മാറി? 4 liter ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, എന്നാൽ ടെമ്പറേച്ചറിൽ ഒരു മാറ്റമില്ല, കാരണം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. വാട്ട് ഇസ് ദ ന്യൂ വോളിയം ഓഫ് ദ ഗ്യാസ്? അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസിന്റെ പുതിയ വോളിയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 2 ലിറ്റർ സിലിണ്ടർ ഉണ്ടായിരുന്ന ഗ്യാസിനെ 4 ലിറ്റർ വ്യാപ്തമുള്ള മറ്റൊരു സിലിണ്ടറിലേക്ക് മാറ്റുന്നു. താപനില വ്യത്യാസമില്ല. വാതകത്തിന്റെ ഇപ്പോഴത്തെ വ്യാപ്തം എത്ര? അതായത് സിലിണ്ടർ ആയിരുന്നു എത്ര? 2 വോളിയം, അത് കൂട്ടി 4 വോളിയത്തിലേക്ക് മാറ്റി, 4 വോളിയം ഉള്ള സിലിണ്ടറിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഗ്യാസ് എത്ര? ഗ്യാസിന്റെ വോളിയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് സത്യം പറഞ്ഞ ഇതൊരുമാതിരി നമ്മളെ അല്ലേ, ഞാൻ ആ വേർഡ് യൂസ് ചെയ്യണില്ല, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയിട്ട്, എന്നാലും പറയുകയാണെങ്കിൽ നമ്മളെ ഒരുമാതിരി മണ്ടനാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഗ്യാസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്പേസിൽ ഏതാണോ ആ സ്പേസിന്റെ വോളിയം തന്നെയായിരിക്കും ഗ്യാസിന്റെ വോളിയം. അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ പിന്നെ 4 ലിറ്റർ ഉള്ള സിലിണ്ടറിലേക്ക് മാറ്റിയാൽ ആ ഗ്യാസിന്റെ വോളിയം എത്രയായിരിക്കും മക്കളെ? 4 ലിറ്റർ തന്നെയായിരിക്കും. മനസ്സിലായോ? ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത് ആ ഗ്യാസ് വാതകം ഇരിക്കുന്ന സ്പേസിന്റെ വോളിയം തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ 4 ലിറ്റർ ഉള്ള സിലിണ്ടറിലേക്ക് മാറ്റിയാൽ ഗ്യാസിന്റെ വോളിയം എത്ര തന്നെയായിരിക്കും മക്കളെ? 4 ലിറ്റർ തന്നെയായിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. നമ്മളിങ്ങനെ മണ്ടന്മാരാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ചിലപ്പോൾ നമുക്കിങ്ങനെ അതിബുദ്ധി കണ്ട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, എങ്ങനെ അങ്ങനെ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ലല്ലോ, അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ ചിന്തിച്ചു കൂട്ടി നമ്മൾ പൊട്ടത്തെ എഴുതി വെക്കും. മനസ്സിലായില്ലേ? അതാണ് മിക്കപ്പോഴും നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കി ശരിക്കും പഠിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, മോളിക്കുലർ മാസ് ഓഫ് SO2 is 64. SO2 സൾഫർ ഡയോക്സൈഡ് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് അല്ലെ. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് സൾഫർ ഡയോക്സൈഡ്. എവിടെയാ സൾഫർ ഡയോക്സൈഡ് നിങ്ങൾ പരിചയപ്പെട്ടെ? 5ാമത്തെ ചാപ്റ്ററിൽ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ സൾഫർ ഡയോക്സൈഡിനെ കുറിച്ചും പറയുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? ശരി, സോറി സാർ, ഇന്ന് നമ്മൾ 3 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കുട്ടികളും തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ 3 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമേ മിണ്ടുള്ളൂ എന്ന്. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ എന്താണ് സൾഫർ ഡയോക്സൈഡിന്റെ മോളിക്കുലർ മാസ് 64 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മാസ് ഓഫ് 1 GMM ഓഫ് SO2. SO2ന്റെ മാസ്, ഒരു GMM SO2ന്റെ മാസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു GMM, ഓക്കെ, ഒരു GMM SO2ന്റെ മാസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 gram SO2. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ എത്രയാണ് 1 GMM ഓഫ് SO2 എത്രയാണ്? ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഇൻ 320 gram ഓഫ് SO2. 320 gram SO2 അടങ്ങിയിട്ടുള്ള മോളുകളുടെ എണ്ണം കണ്ടെത്തുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസേഴ്സ് വെറുതെ നോക്കാം. ഓക്കെ, വെറുതെ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. ഇതും നമ്മൾ ഒരുമാതിരി മണ്ടനാക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മോളിക്കുലർ മാസ് 64 തന്നിട്ടുമുണ്ട്, എന്നിട്ട് നമ്മളോട് ഒരുമാതിരി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 GMM എത്രയാണ്? സിമ്പിൾ അല്ലേ? എത്രയാ മക്കളെ? സാർ ഒരാളെ പൊക്കിക്കോ. ആരാണ്? റിഹാൻ. യെസ്, റിഹാനെ. യെസ്, ഗുഡ് ഈവനിങ് റിഹാൻ. കുറെ നേരമായിട്ട് ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ആണോ? അതെ, എങ്ങനെയുണ്ടായിരുന്നു ഫിസിക്സിന്റെ എക്സാം ഒക്കെ? നമ്മളങ്ങ് പറ്റിക്കാന്ന് വിചാരിച്ചു അവരല്ലേ, പറ്റിച്ചോ? എന്നിട്ട് നീ പറ്റിക്കപ്പെട്ടോ?
അങ്ങനെ ഞാൻ പറ്റിക്ക് വിടില്ല. എവിടെയാ അല്ലെ, നമ്മൾ ബിന്നേഴ്സിൽ പഠിച്ച മക്കളാ, അങ്ങനെയൊക്കെ പറ്റിക്ക് വിടും അല്ലേ. ആ ഓക്കെ. അപ്പോ ഇതിന്റെ ആൻസർ മോനെന്ന് പറഞ്ഞേ എന്താടാ? ആ എടാ +2 പക്ഷെ വിന്നേഴ്സിൽ കയറി എയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കുണ്ടല്ലോ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ വിന്നേഴ്സിൽ നിങ്ങളെ എന്താ പറയാ, +2 ചേച്ചിമാരും ചേട്ടന്മാരും നിങ്ങളെ പോലെ അല്ലായിരുന്നു, കുറച്ച് മടിയന്മാരായിരുന്നു. അതുകൊണ്ട് ക്ലാസ് കയറാൻ വലിയ മടിയായിരുന്നു. പിന്നെ പിന്നെ കയറി തുടങ്ങി കേട്ടോ, ഒരു അനുഭവം കിട്ടിയപ്പോൾ കയറാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നീ ഇത് പറഞ്ഞോ, 1 GMM ഓഫ് SO2 എങ്ങനെ ഒന്നുകൂടെ 64? പിന്നെ നീ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് പറയല്ലേ. ഇത് ഇവൻ തീയാണ് കേട്ടാ. ഓക്കെ, നിന്റെ വീട് എവിടെയാ? വെറുതെ അല്ല, കണ്ടോ, അതാണ് മനസ്സിലായോ ഇപ്പൊ മോട്ടിടക്കാരുടെ വില മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് ഞങ്ങള്. പിന്നെ ഞാനൊക്കെ ഇവിടെ എത്തുമല്ലേ സാറേ? അതെ. ഓക്കെ, അമർ സാറിനൊക്കെ എന്നെ ഒരു വിലയില്ലടാ, ഇപ്പൊ നീ വന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് വില. ഓക്കെ, അപ്പൊ റിഹാൻ സ്വന്തം നാട്ടുകാരനാണ്. അപ്പൊ റിഹാൻ പറഞ്ഞു 64 അല്ലെ? ഓക്കെ, റിഹാൻ എവിടെയാ പഠിക്കുന്നത്? ഓക്കെ, ഈ പെഴക്കാപ്പള്ളി സ്കൂളിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? കേരളം കണ്ട വെച്ച ഏറ്റവും നല്ല സ്മാർട്ടായ IAS ഓഫീസറാണ് PB നൂഹ് സാർ. പത്തനംതിട്ടക്കാർക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ PB നൂഹ് സാർ, മുൻ കളക്ടറാണ്. അദ്ദേഹം പഠിച്ച സ്കൂളാണ് പെഴക്കാപ്പള്ളി സ്കൂള്. അദ്ദേഹത്തിന്റെ ചേട്ടൻ സലീം IAS പഠിച്ച സ്കൂളാണ് പെഴക്കാപ്പള്ളി സ്കൂൾ. അവരുടെ നാടും പെഴക്കാപ്പള്ളിയാണ്. ഓക്കെ, അപ്പൊ മോന്റെ വീട് അവിടെ അടുത്ത് തന്നെയാണോ? ഓക്കെ, യെസ്. അപ്പോടാ ഓക്കെ, അപ്പൊ അതുപോലെ വലിയ വലിയ നിലകളിൽ എത്തട്ടെ കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് SO2ന്റെ മോളിക്കുലർ മാസ് 64 ആണ്. അതിന്റെ മാസ് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക 1 GMM. 1 GMM ആണ് നമുക്ക് തന്നിരിക്കുന്നത് 64 അല്ലേ? SO2ന്റെ മോളിക്കുലർ മാസ് 64 എന്ന് പറഞ്ഞാൽ 1 GMM = 64 എന്ന് അർത്ഥം വരുന്നത്. അപ്പൊ 64 തന്നെയാണ് ആദ്യത്തെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 GMM ഓഫ് SO2. അങ്ങനെയാണെങ്കിൽ 1 GMM ഓഫ് SO2ന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ 1 × 6.022 × 10⁻23 ആയിരിക്കും അല്ലേ? ആണല്ലോ അല്ലെ? നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ 1 × 6.0 അല്ലേ? കാരണം given mass is 64 divided by GMM 64 is equal to 1 mole അല്ലേ കിട്ടുക. അതുകൊണ്ട് എന്താണ് അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6.022 × 10⁻23 ആയിരിക്കും. ആൻഡ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. ഗിവൺ മാസ് 320 ആണ്. ഡിവൈഡഡ് ബൈ 64 ചെയ്യുമ്പോൾ 5 മോൾസ് കിട്ടും. ക്ലിയർ ആണെങ്കിൽ എല്ലാവർക്കും ഉഷാറായിട്ട് കൈ വീശാം. സെറ്റ് ആണോ മക്കളെ എല്ലാവരും? ആണോ? യെസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കട്ടെ. ഓക്കെ, എന്തായാലും നിങ്ങൾ ഒരു കാര്യം പേടിക്കേണ്ട, ക്വസ്റ്റ്യൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ പഠിച്ച സാധനമൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണ്, ഒന്ന് പതുക്കെ ഒന്ന് വളച്ചു കെട്ടി ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാമ്പിനെ ആര് കൊന്നു എന്നാണ് നമ്മൾ ഡയറക്റ്റ് ചോദിക്കുന്നത്. ഒന്ന് നോക്കിയ, പാമ്പിനെ ആര് കൊന്നു, ആരാണല്ലെങ്കിൽ പാമ്പിനെ കൊന്നതെന്ന് നമ്മൾ ചോദിക്കൂല മക്കളെ, ഇല്ലേ? ഇപ്പൊ അത് ചോദിക്കുമ്പോൾ നേരെ തിരിച്ചു ചോദിക്കണം. എങ്ങനെയാണ്? പാമ്പ് ആരാൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ആരിനാൽ കൊല്ലപ്പെട്ടു എന്ന് ചോദിക്കുന്നു. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്താണ്, ഒന്ന് വളച്ചു കെട്ടി ചോദിക്കുന്നു. ഡയറക്റ്റ് ചോദിക്കാനുള്ളത് കുറച്ചും കൂടി എന്താണ്, ഒന്ന് കയറ്റി പിടിച്ച് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. SO2 and CO2 are two gases. STP കേൾക്കുമ്പോൾ തന്നെ പേടി സ്വപ്നമായിരിക്കും പലർക്കും. STP അല്ലെ? പേടിക്കാനൊന്നും ഇല്ല. STPയിൽ നിൽക്കുന്ന ഒരു ഗ്യാസിന്റെ വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. സെറ്റ് അല്ലേ? ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SO2 CO2 STPയിൽ എന്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. വാട്ട് ഇസ് ദ വോളിയം ഓഫ് 1 മോൾ ഗ്യാസ് അറ്റ് STP? ഇപ്പൊ ഞാൻ പറഞ്ഞു തീർത്തുള്ളൂ. എത്രയായിരുന്നു? യെസ് സാറേ, ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഒരാളെ വിളിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയതല്ലേ? ആരാണ്? യെസ്, നമ്മുടെ പ്രിയപ്പെട്ട സൂര്യജിത്ത് അല്ലെ? യെസ്, സൂര്യജിത്ത് കുട്ട കൊരട്ടിക്കാരനാണ് അല്ലെ? മോനെ എടാ പറഞ്ഞേടാ, വാട്ട് ഇസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? STPയിലുള്ള ഗ്യാസ് 1 മോൾ എത്രയായിരിക്കും വോളിയം? യെസ്, വെരി ഗുഡ്, 22.4 ലിറ്റർ ആയിരിക്കും.
1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ മക്കളെ. ഓക്കെ, ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഇഫ് ദ വോളിയം ഓഫ് CO2 and SO2 ആർ 112 ലിറ്റർ ഈച്ച്, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2. CO2ന്റെയും SO2ന്റെയും വോളിയം 112 ലിറ്റർ ആണെങ്കിൽ ഓക്കെ, CO2ന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ എത്ര 22.4 ലിറ്റർ അല്ലെ. STPയിലായതുകൊണ്ട് നമ്മൾ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ഗിവൺ വോളിയം, തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അപ്പൊ 112 ഡിവൈഡഡ് ബൈ 22.4 ചെയ്യുക. ഓക്കെ, 112 ഡിവൈഡ് ബൈ 22.4 ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കിട്ടും. ഓക്കെ, അടുത്ത ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2. SO2ല് അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടാകും എന്ന്. അതുപോലെ തന്നെ അല്ലെ, SO2 CO2 112 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ 112 ഡിവൈഡ് ബൈ 22.4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര മോൾ കിട്ടുന്നോ അത് ഇന്റെ അവഗാഡ്രോ നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? SO2ന്റെ ആൻസറും കിട്ടും. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോയി നോക്കാം. ഓക്കെ, ആൻസർ ആണ് വരുന്നത്. ആദ്യം 22.4 ലിറ്റർ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ 112 ഡിവൈഡ് ബൈ 22.4 ലിറ്റർ 5 മോൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ SO2ന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് കൈവശം. സെറ്റ് അല്ലേ മക്കളെ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ജില്ലായിട്ട് നിന്നാലാണ് ഞാനും ജില്ലായിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് എണീറ്റാടാ. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഒന്ന് എണീറ്റെ, ചാടി എണീറ്റെ. എല്ലാവരും ഒന്ന് എണീക്കുക. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്നില്ലേ എന്തോ വരും? ബ്ലഡ് സർക്കുലേഷൻ കുറയും. അതുകൊണ്ടാണ് എണീക്കുക. ഓക്കെ, എണീറ്റോ? എല്ലാവരും എണീക്കുക കേട്ടോ. എന്നെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സാറന്മാരെ കാണിക്കാൻ വേണ്ടി എണീക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി എണീക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വിന്നേഴ്സിലുള്ള സ്റ്റുഡൻസും വിന്നേഴ്സിൽ നിന്ന് പുറത്തുള്ള സ്റ്റുഡൻസും എല്ലാവരും എണീറ്റും. എല്ലാവരും എണീറ്റില്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് കൈകൾ ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ഒന്ന് ഉയർത്തിക്കേ. ഓക്കെ, യെസ്. ഓക്കെ, യെസ്. ജസ്റ്റ് ഹാൻഡ്സ് ഇങ്ങനെ ഒന്ന് മടക്കവും അത് നേരെയാക്കും ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അതുപോലെ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്യുക. ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്യുക. മുകളിലേക്കും താഴേക്കും സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, യെസ്. അതുപോലെ ബോഡി ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, യെസ്. ഓൾ സിറ്റ്. എല്ലാവരും. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ആക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, വോളിയം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A and B എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ലോ ഇസ് ഇലിസ്ട്രേറ്റഡ് ഹിയർ? ഇവ ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെൻഷൻസ് ഒക്കെ മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെ? എല്ലാം ഇനി ആകെ 2 എക്സാം ഉള്ളൂ, കെമിസ്ട്രിയും ബയോളജിയും. ഏറ്റവും എളുപ്പമുള്ള 2 സബ്ജക്റ്റ് അല്ലേ? ആണല്ലോ, ഏറ്റവും എളുപ്പമുള്ള 2 സബ്ജക്റ്റാണ് ഇതിന് മുമ്പിലുള്ളത്. അവിടെ നിന്ന് ചിലരൊക്കെ പിന്നെ എളുപ്പം ഇതൊക്കെ എന്നെ കൊണ്ട് അല്ലാതെ ആരാണ് സാർ? ദിയ പറയുന്നുണ്ട് ഇതൊക്കെ എളുപ്പം. എനിക്ക് അറിയുള്ളൂ ഇതിന്റെ വിഷമം. ഉറങ്ങിയിട്ട് മാസങ്ങളായത്. ഓക്കെ, അപ്പൊ വോളിയം ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. വോളിയം 600ഉം 800ഉം തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 300 തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാതക നിയമം ഉണ്ടല്ലോ. അത് ഏതായിരുന്നു മക്കളെ? ഏതായിരുന്നു നിയമം? ഞാൻ മറന്നുപോയല്ലോ. ഏതായിരുന്നു സാർ? ഒരാൾ വിളിച്ച് ചോദിച്ചോ. അക്ഷയ ദേവി. പറഞ്ഞോ. അക്ഷയ ഇങ്ങനെ റെഡി ആയിട്ട് ചാൾസ് ലോ അല്ലെ? യെസ്, അക്ഷയ് പറഞ്ഞു ചാൾസ് ലോയാന്ന് പറഞ്ഞു. ആണോ മക്കളെ? ആണോ? സെറ്റ് ആണോ എല്ലാവർക്കും? ഓക്കെ, ചാൾസ് ലോ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലെ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. അതല്ലേ? അതായത് ഒരു നിശ്ചിത വ്യാപ്തമുള്ള വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്തിനോട് നേർ അനുപാതത്തിലായിരിക്കും? അതിന്റെ താപനിലയോട് നേർ അനുപാതത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എയുടെ നിങ്ങൾ നോക്കിക്കേ, 600ൽ നിന്ന് 800 ആയിട്ട് കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 600ൽ നിന്ന് 800 ആയിട്ട് എന്ത് ചെയ്തു? കൂടി. അപ്പൊ 600ഉം 800ഉം തമ്മിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട് മക്കളെ? 600ഉം 800ഉം തമ്മിൽ 200ന്റെ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ 300ഉം ആയിട്ട് 200ന്റെ വ്യത്യാസം വരാൻ പാടില്ല. എ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ? ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഏതാ?
പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് തന്നെ. ആ യെസ് യെസ്, ആരാണ് സാർ വരുന്നത്? യെസ്, ആരാണ്? മുഹമ്മദ് റിസാൽ അല്ലെ? യെസ്, മുഹമ്മദ് റിസാൽ. അത് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, വേറെ ആരാണ്? എയ്ബൽ. എയ്ബൽ തന്നെയല്ലേ? ആ ആ പറ, നീ പറഞ്ഞോ. വി P is equal to 1 by V. സെറ്റ് ആണോ മക്കളെ ഇത്? P is equal to 1 by V ആണോ? നമുക്ക് വേറൊരാളും കൂടി ചോദിച്ചു നോക്കാം ഉറപ്പിക്കാൻ. ഓക്കെ, ആരാണ് സാർ വരുന്നത്? ദേവനന്ദ. ദേവനന്ദ മോളെ. ആ V/T ആണ് കേട്ടോ. ഓക്കെ, V/T ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ സെറ്റ് ആണോ? ചിലർക്ക് കേട്ടോ, എയ്ബലെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, V/T ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ V/T. ഓക്കെ, അപ്പോൾ V/T ചെയ്ത് നോക്കിക്കേ. 600 300 അല്ലെ? 600 300 നമ്മൾ ചെയ്യുവാണ്. അതുപോലെ തന്നെ 800 എന്താണ് എ ഗുൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 200 കിട്ടണം അല്ലെ? അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിക്കേ എങ്ങനെ പറ്റും. 600 300 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 200ന്റെ ഇതാണ് കിട്ടുന്നതെങ്കിൽ 800 ഇതും നമുക്ക് ചെയ്ത് നോക്കണം. 800 ഇൻറ്റു അല്ല 800 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം അല്ലേ? അങ്ങനെയല്ലോ, ഇരട്ടി ഡിവൈഡ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. കാരണം 600 300 കൂടിയും എന്താണ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? പറ. 300 ഇൻറ്റു 2 ആണ് 600. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വന്നം? 400 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് 800 കിട്ടേണ്ടത്. ശരിയല്ലേ? ആണല്ലോ അല്ലേ? 300 ഇൻറ്റു 2 ചെയ്തപ്പോൾ 600 കിട്ടിയെങ്കിൽ 400 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് 800 കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ 450 ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടണം? 900 കിട്ടണം. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? V/T എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. വോളിയം ബൈ ടെമ്പറേച്ചർ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് ചെയ്തപ്പം 600 ഡിവൈഡഡ് ബൈ 300 ചെയ്തപ്പോൾ നമുക്ക് 2 എന്നുള്ള രീതിയിലാണ് കിട്ടിയത് അല്ലെ? 2 എന്നുള്ള രീതിയിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ആ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 300ന്റെ ഡബിൾ ആയിരുന്നു 600. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരേണ്ടത്? 400 ആയിരിക്കും വരേണ്ടത്. ഇവിടെ എന്താ 450 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 900 കിട്ടും. അപ്പോൾ എയുടെയും ബിയുടെയും ആൻസർ കിട്ടി. അടുത്തത് വിച്ച് ഗ്യാസ് ലോ എന്നുള്ളത് നമുക്ക് കിട്ടി. ഏതായിരുന്നു? ചാൾസ് ലോ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സാമിന് 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന വിന്നേഴ്സിലെല്ലാം പഠിച്ചു തീർന്നിരിക്കുന്ന സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ചിലപ്പോൾ ഈ ചാപ്റ്റർ ബേസിക് അറിയില്ലാത്തവരുണ്ടാവും. അപ്പൊ അവരെ എങ്ങോട്ടും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് സ്ലോ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക? പരിഗണിക്കുക കേട്ടോ. പഠിക്കുന്ന സ്റ്റുഡൻസിനോടായിട്ട് പറയണം, അതും കൂടി പരിഗണിച്ച് വേണം നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കാൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ ഹാവ് ദ ഹൈയസ്റ്റ് എനർജി? മുൻപ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് സബ്ഷെല്ലിനാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത്? SPDF. ഏതിനാ മക്കളെ? എസിനാണോ, പിക്കാണോ, ഡിക്കാണോ, എഫിനാണോ? പെട്ടെന്ന് പോരട്ടെ. ഹാൻഡ് റൈസ് കുറവാണ് കേട്ടോ. ഓക്കെ, ഞാൻ വിചാരിച്ച ഹാൻഡ് റൈസ് ഒന്നും ഇല്ല. സാറിനോട് ഉള്ള എന്തെങ്കിലും ദേഷ്യമുള്ളതുകൊണ്ടാണോ ഹാൻഡ് റൈസ് ചെയ്യാൻ ഇത്രയും മടി? പോരട്ടെ. യെസ്, ഓക്കെ, വെരി ഗുഡ്. അതാണ്. ഓക്കെ, ഏതായിരിക്കും? എഫ് ആയിരിക്കും അല്ലെ? എഫ് സബ്ഷെല്ലിനായിരിക്കും ഏറ്റവും എനർജി ഉള്ളത് കേട്ടോ. ഓക്കെ, സമയം. ഓക്കെ, എഫിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. ഏറ്റവും കുറവ് എസിനായിരിക്കും. മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 GMM ഓഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്നേഴ്സ് ഡാഷ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ ഓഫ്ലൈൻ ആയിരുന്നു ഞാൻ ഒരു ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തേനെ. കാര്യമായിട്ട് പറഞ്ഞ. യെസ്, ഓക്കെ, ആരാണ് സാർ വരുന്നത്? അവിടെ നെഞ്ചത്ത് തല്ലി അടിച്ച് ഒരാൾ കരയുന്നുണ്ട്. ഏതാണ്? നമ്മൾ ശ്രീനന്ദ അല്ലെ? യെസ്, ശ്രീനന്ദ ഇങ്ങനെ നെഞ്ചത്ത് തല്ലി അടിച്ച് സാർ എന്നെ വിളിക്കും സാറേ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി കിട്ടില്ല. അത് ശ്രീനന്ദ നോക്കുമ്പോ ഇനി സാറിന് കിട്ടില്ല അല്ലെ? 10ാം ക്ലാസ് തീരുവല്ലേ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ശ്രീനന്ദ പറഞ്ഞോ. വെരി ഗുഡ്. എത്രയാണ്? 6.022 × 10⁻23 അവഗാഡ്രോ നമ്പർ അല്ലെ?
ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഇടാ കാണാം. ഓക്കെ അപ്പൊ ഇവിടെ 2 GMM ആണ് 2 ഇൻറ്റു ഇപ്പൊ 3 ആയിരുന്നെങ്കിൽ 3 ഇൻറ്റു മനസ്സിലായല്ലോ. അങ്ങനെയായിരിക്കും വരിക. ക്ലിയർ ആക്കി പഠിക്കുക കേട്ടോ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 17. റൈറ്റ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഫൈൻഡ് ഇറ്റ്സ് ഗ്രൂപ്പ് ആൻഡ് പീരിയഡ് എന്നാണ്. ഓക്കെ ഒരു അറ്റോമിക് നമ്പർ ഒരു ഗ്രൂപ്പ് എന്താണ് എലമെന്റിന്റെ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 17 ആണ് തന്നിട്ടുണ്ട്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക വിന്യാസം എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എഴുതിക്കാൻ എല്ലാവരും എത്ര കിട്ടും? 1s2 2s2 2p6 3s2 3p6 അല്ലേ? ഇപ്പൊ എത്ര എണ്ണം വന്നു? 18 വന്നു. അപ്പൊ 3p5 വരെ എഴുതിയാൽ മതി കേട്ടോ. 3p6 ഇല്ല. ചിലർക്ക് 3p6 എന്ന് പറഞ്ഞാൽ സാർ എന്താ ഈ പറയുന്നത് അല്ലേ? 3p5 കേട്ടോ. 3p5 വരെ ഉള്ളൂ. ഓക്കെ ഇനി ഫൈൻഡ് ഇറ്റ്സ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. എങ്ങനെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാം മക്കളെ? പീരീഡ് കണ്ടുപിടിക്കാൻ എളുപ്പം അല്ലേ? നമ്മളെ എന്ത് ചെയ്താൽ മതി? ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. പീരീഡ് കണ്ടുപിടിക്കാൻ ഹൈയസ്റ്റ് നമ്പർ ഓഫ് മെയിൻ ഷെൽ നമ്പർ നോക്കുക അല്ലെ? ഇവിടെ ഹൈയസ്റ്റ് നമ്പർ ഓഫ് മെയിൻ ഷെൽ ഏതാ? 3 ആണ്. അതുകൊണ്ട് പീരീഡ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ അവസാനത്തെ ഇലക്ട്രോണിന്റെ നമ്പർ +12 ചെയ്താൽ മതി അല്ലെ? +12 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി? അവിടെ കൈ കൊണ്ടും കാലും കൊണ്ടും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. 17 എന്ന് കാണിക്കുന്നുണ്ട്. മുഹമ്മദ് റിസാലൊക്കെ ഇങ്ങനെ കൈ കൊണ്ടും കാലും കൊണ്ടൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ എത്രയാണ്? 17. ഓക്കെ വെരി ഗുഡ്. ഓക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ മക്കളെ, നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും പഠിച്ച് സെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ഞങ്ങളുടെ കെമിസ്ട്രി എക്സാം പോയി എഴുതിയാൽ മതി. ഓക്കെ നല്ല എളുപ്പമാവട്ടെ എല്ലാവർക്കും. ഫുൾ A+ തന്നെ മേടിക്കാൻ പറ്റട്ടെ. ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13th ക്വസ്റ്റ്യൻ. The picture of a galvanic cell is given below. ഒരു ഗാൽവനിക് സെല്ല്. ഞാൻ ഇവിടെ വന്ന് 2 ചാപ്റ്റർ എടുക്കാം അല്ലെ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇന്നത്തെ സ്റ്റുഡൻസ് ഓർക്കുന്നുണ്ടാവും. ഫസ്റ്റ് വന്നെടുത്ത് ഗ്യാസ് ലോസ് മോൾ കോൺസെപ്റ്റ് ആയിരുന്നു. രണ്ടാമത്തത് ഇതായിരുന്നു. രണ്ടും അടിപൊളി ചാപ്റ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു എനിക്കും നിങ്ങൾക്കും. ഓക്കെ അപ്പൊ മറക്കില്ല. അപ്പൊ ഒരു ഗാൽവനിക് സെല്ലിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഓക്കെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവനിക് സെൽ. ഒരു ഗാൽവനിക് സെല്ലിൽ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റം എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പഠിച്ചു വെക്കുക. ഏതായിരിക്കും മക്കളെ ആ ഊർജ്ജ മാറ്റം? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആവുകയാണോ? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവുകയാണോ? എന്താണ് പറയാൻ സാറേ? ഒരാളെ വിളിച്ചോ, ഒരാളെ പൊക്കിക്കോ. യെസ് ആരാണ് വരുന്നത്? റയാൻ. യെസ് റയാൻ തോമസ് അല്ലെ? യെസ് ഗുഡ് ഈവനിങ് മോനെ, പറഞ്ഞോടാ. യെസ് വെരി ഗുഡ്. കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു മക്കളെ? ഇലക്ട്രിക്കൽ എനർജി അല്ലെ? അതായത് രാസോർജം വൈദ്യുത ഊർജ്ജമായിട്ട് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലെ? ഇനി അടുത്ത് ഐഡന്റിഫൈ ദ ആനോഡ് ഇൻ എ ഗിവൺ സെൽ. ആനോഡ്, ഇതിലെ ആനോഡ് ഏതായിരിക്കും? ആ പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട് ആനോഡ് ഏതാണെന്ന്. പക്ഷെ ഇതുപോലെ തരില്ലാട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതിനെ പുറത്തുനിന്ന് എടുത്തിട്ട ഒരു ഫിഗർ ആയതുകൊണ്ടാണ് ആനോഡ് എന്നൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ ഒന്നും ആനോഡ് എന്ന് പറഞ്ഞൊന്നും നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമൊന്നുമില്ല. ഓക്കെ ആനോഡ് ഏതാണ്? സിങ്ക് ആണ്. ഓക്കെ ഓക്സിഡേഷൻ നടക്കുന്ന അല്ലെ? അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു പോവാണ്. ഓക്കെ ഓക്സിഡേഷൻ ഓക്സീകരണം നടക്കുന്നവരായിരിക്കും ആനോഡ്. ഇനി ആരാ ഓക്സിഡേഷൻ നടത്തുന്നത്? പൊതുവെ ഓക്സീകരണം നടത്തുന്ന ആരാണ്? റിയാക്ടിവിറ്റി കൂടിയ ആള് അല്ലെ? അതായത് ക്രിയാശീലം കൂടിയ ആളായിരിക്കും ഓക്സിഡേഷൻ നടത്തുന്നത്. ക്രിയാശീലം കുറഞ്ഞ ആൾ എന്തായിരിക്കും മക്കളെ നടത്തുന്നത്? എന്തായിരിക്കും നടത്തുന്നത്? റിഡക്ഷൻ നിരോക്സീകരണം ആയിരിക്കും നടത്തുന്നത്. ഓക്കെ അറിഞ്ഞിരിക്കുക. റിഡക്ഷൻ നടത്തുന്നത്, നിരോക്സീകരണം നടത്തുന്നത് എവിടെയായിരിക്കും? കാഥോഡിലായിരിക്കും. മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. വരയ്ക്കാൻ പഠിക്കണം. ഗാൽവനിക് സെല്ല് വരയ്ക്കാൻ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ആനോഡ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നെങ്കിൽ പറഞ്ഞേടാ. എത്ര തവണ പഠിപ്പിച്ചതാ? ആര് പറയും സാറേ? നമുക്ക് ഒരാളെ പുറത്തുനിന്ന് വിളിച്ചു നോക്കിയാലോ? നമുക്ക് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം, കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ആരാണ്? ഹെയ്ന അല്ലെ? യെസ് ഹെയ്ന ഗുഡ് ഈവനിങ്. ഹെയ്ന യെസ് മോളെ ഒന്ന് അറിയാമോ? അതായത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, സിങ്കിൽ നടക്കുന്ന റിയാക്ഷൻ എന്താന്ന്? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ വരൂടാ? അറിയോ? Zn gives എന്ത് സംഭവിക്കും? Zn 2++2 ഇലക്ട്രോൺ കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ അത് ചിലപ്പോൾ പറയാൻ അറിയില്ല, അതുകൊണ്ടായിരിക്കും. എഴുതാൻ കൃത്യമായിട്ട് അറിയായിരിക്കും. ഓക്കെ അപ്പൊ എന്തായിരിക്കും? ആദ്യത്തെ ഇത് കെമിക്കൽ എനർജി 2 ഇലക്ട്രിക്കൽ എനർജി ആണ്. രണ്ടാമത്തത് സിങ്ക് ആണ്. മൂന്നാമത്തത്
എന്താ സംഭവിക്കുന്നത്? സിങ്ക് 2++2 ഇലക്ട്രോൺ. അങ്ങനെയാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു തന്നെ. ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ റിഡക്ഷൻ എങ്ങനെ പറയാമെന്ന്. സാറേ ഒരാളെ പൊക്കിക്കോ, ആരാണ് വരുന്നത്? യെസ് യെസ്, വളരെ സൗമ്യമായി, വലിയ എന്താ യുദ്ധമൊന്നും നടത്താതെ പതുക്കെ കൈകൾ ആടുന്ന സെയ്റ അല്ലെ, സെയ്റ എലിസബത്ത്. അടിപൊളി പേരൊക്കെയാണ്. ആ പറഞ്ഞോടാ. വെരി ഗുഡ്. Cu2++2 ഇലക്ട്രോൺ ഗിവ്സ് Cu അല്ലെ, അല്ലെങ്കിൽ Cu0 എന്ന് പറയുന്നതാണ്. അപ്പോൾ പഠിച്ചു വെക്കുക കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ആയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മാസ് ഓഫ് 44.8 ലിറ്റർ NH3 kept at STP. STPയിലെ അമോണിയ അല്ലെ, NH3 ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആ NH3യുടെ വോളിയം എത്രയാണ് തന്നിരിക്കുന്നത്? 44.8 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എളുപ്പമല്ലടാ. ആദ്യം എന്ത് ചെയ്യണം? മാസ് കണ്ടുപിടിക്കണേ. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം മക്കളെ? എന്ത് കണ്ടുപിടിക്കണം? പറ പോരട്ടെ. എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾ. ഉറക്കെ പറയാട്ടോ. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, മോളുകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ അല്ലെ. STP എന്ന് കേട്ടാൽ പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട. എന്താണ്? ഗിവൺ വോളിയം, തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ അല്ലെ. അപ്പൊ 44.8 ഡിവൈഡഡ് ബൈ 22.4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 മോൾസ് കിട്ടും. ഓക്കെ, നിങ്ങൾ ആവേശത്തോടു കൂടി പഠിക്കുക കേട്ടോ. അന്നേരമാണ് നമുക്ക് ബൈ പാർട്ടി വിന്നേഴ്സിന്റെ നടത്തുമ്പോൾ നിങ്ങളൊക്കെ വരണം. അവിടെ എന്താണ് അവാർഡ് മേടിക്കാൻ വേണ്ടി വരില്ല എല്ലാവരും ബൈ പാർട്ടിക്ക്? യെസ്, വന്നിരിക്കണം. ഓക്കെ, വലിയ പാർട്ടിയാണ്. നിങ്ങൾ ഇതിന് സീനിയേഴ്സിന്റെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഓൾ കേരള ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നും ഒക്കെ വലിയ ഫംഗ്ഷനാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് പറയണം, സാറേ കെമിസ്ട്രിക്ക് ഫുൾ മാർക്കായിരുന്നു പറയൂ. ഓക്കെ, യെസ്, അപ്പോൾ അതിനു വേണ്ടി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾ ആദ്യം കണ്ടുപിടിച്ചു. 44.8 ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ഈസ് ഈക്വൽ ടു 2 അല്ലെ. അങ്ങനെയാണെങ്കിൽ 1 GMM എത്രയാ? NH3യുടെ GMM എത്രയാ മക്കളെ? നമുക്ക് അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. നൈട്രജന്റെ 14ഉം ഹൈഡ്രജന്റെ 1 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 GMM കണ്ടുപിടിക്കാൻ നമുക്കറിയാം 14 അല്ലെ. NH3യിലെ ഒരു നൈട്രജൻ ഉള്ളൂ, അതുകൊണ്ട് 14 പ്ലസ് 3 ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് 3 ഇൻറ്റു അതിന്റെ അറ്റോമിക് മാസ് 1 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ 17 ഗ്രാം എന്ന് നമുക്ക് GMM കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 44.8 അമോണിയക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു 17 ചെയ്താൽ മതി. പോരെ? എങ്ങനെയാ അത് വരുന്നത്? എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു അല്ലെ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മോള് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഗിവൺ മാസ് അല്ലെ. അപ്പൊ മാസ് അറിയില്ല, അതുകൊണ്ട് മാസ് ഡിവൈഡഡ് ബൈ GMM അല്ലെ. അപ്പൊ നമ്പർ ഓഫ് മോൾ നമുക്ക് എത്ര? 2 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു മാസ് അറിയില്ല, മാസ് അതുപോലെ എഴുതി, ഡിവൈഡഡ് ബൈ GMM 17 ആണ്. 17 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ 2 ഇൻറ്റു 17 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 34 ഗ്രാം എന്ന് കിട്ടി. ക്ലിയർ ആണെങ്കിൽ ഉഷാറുടെ കൈ വീശാം. സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് NH3 ഒക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സെറ്റ് ആണ് എല്ലാവരും? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ് വൈദ്യുത ലേപനം? വിച്ച് ഇസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് കോപ്പർ അയൺ ബാങ്കിൾ? അതായത് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് പറയാൻ ആര് വരും? എനിക്കത് പറഞ്ഞുതരാൻ ആര് വരും? ആരാണ് സർ വരുന്നത്? അശ്വന്ത് എം ആണ് വരുന്നത്. അശ്വന്ത് ആദ്യം കരണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കരണ്ട് ഇല്ലടാ വീട്ടില്. നീ ഇംഗ്ലീഷ് മീഡിയം അല്ലേ? ആ, ഇംഗ്ലീഷ് പറ. അശ്വന്ത് എന്ന് വെച്ചാൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടൊക്കെ എടുത്തിരിക്കുന്നു അല്ലെ, വേർത്ത് കുളിച്ച് ഒരു പരിവായി. കുഴപ്പമില്ല. ഓക്കെ, അശ്വന്തേ ഇപ്പൊ പഠിക്കുക കേട്ടോ. ഇംഗ്ലീഷിന് മാറ്റി പറയണം കേട്ടോ, നല്ല ചൂടുണ്ടല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് അല്ലെ? എന്താണ് ഒരു പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ ത്രൂ ഇലക്ട്രോലൈസിസ് അല്ലെ. വൈദ്യുത വിശ്ലേഷണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലോഹത്തിന്റെ പുറത്ത് മറ്റൊരു ലോഹത്തിന്റെ ആവരണം കൊണ്ടുവരുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വൈദ്യുത ലേപനം, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം മുക്കുവണ്ടം ഒക്കെ ഇല്ലേ, മുക്കുവണ്ടം
കേട്ടിട്ടില്ലേ? സ്വർണം പോലെ ഇരിക്കും അല്ലെ? എന്താണ് അതുപോലെ തന്നെ. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഒരിക്കലും മെറ്റലല്ല. ഒരു മെറ്റലിന്റെ പുറത്ത് ഒരു മെറ്റൽ കൊണ്ടുവരുന്നതല്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം പല പള്ളികളുടെയൊക്കെ കൊടിമരം, ഈ അമ്പലങ്ങളുടെ കൊടിമരം ഒക്കെ സ്വർണം പൂശിയത് അല്ലെ? ശബരിമലയില് 18ാം പടി എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർണം പൂശിയിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ അതിന്റെ കൊടിമരം സ്വർണം പൂശിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? സ്വർണം ഒരു മെറ്റലാണ്. അത് മറ്റൊരു മെറ്റലിന്റെ പുറത്ത് എന്ത് ചെയ്തിരിക്കുന്നു? ആവരണം ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഇലക്ട്രോലൈസിസ്, വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോപ്പർ ഒരു അയൺ ബാങ്ക്, ഇരുമ്പ് വളയില് എന്താണ്? ചെമ്പിന്റെ ലേപനം, അതായത് കോപ്പറിന്റെ കോട്ടിംഗ് കൊടുക്കണമെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കും മക്കളെ? ഏതായിരിക്കും ഉപയോഗിക്കേണ്ടത്? CuSO4 ആണ് അല്ലെ? CuSO4 കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ. ഇത് എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, കൊടിമരം എഞ്ചിൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് 1 gm ഓഫ് എനി ഗ്യാസ് അറ്റ് STP എത്രയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 22.4 ലിറ്റർ തന്നെയാണ്. ഓക്കെ, സെറ്റ് ആണോ മക്കളെ? എല്ലാവരും സെറ്റ് ആണ്? ഉഷാറായിരുന്നു കൈവശിക്കേ? യെസ് യെസ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എ ഗ്യാസ് കെപ്റ്റ് ഇൻ സിലിണ്ടർ having a volume 5 liter at 4 atm pressure is completely transferred to the cylinder B of volume 10 liter constant temperature. കണ്ടില്ലേ? ഇത് പലപ്പോഴും പല വാല്യൂസ് മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻ സിലിണ്ടർ ബി? എന്താണ്? സിലിണ്ടർ ബിയില് വാതകത്തിന്റെ വ്യാപ്തം എത്ര? വാട്ട് വിൽ ബി ദ പ്രഷർ ഇൻ സിലിണ്ടർ ബി? എന്താണ്? സിലിണ്ടർ ബിയിലുള്ള മർദ്ദം എത്ര? ആൻഡ് വിച്ച് ഗ്യാസ് law is associated with this situation? ഏത് വാതക നിയമമാണ് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻ സിലിണ്ടർ ബി? സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ. എന്താണ്? എത്രയാണ്? 5 ലിറ്റർ പ്രഷർ അല്ലെ? 5 ലിറ്റർ ആയിരുന്നു, അത് എന്താണ് 10 ലിറ്ററിലേക്ക് മാറ്റി. അപ്പൊ അതിന്റെ ആൻസർ എത്ര തന്നെയായിരിക്കും മക്കളെ? 10 ലിറ്റർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. ബിയുടെ ആൻസർ പ്രഷർ എത്രയായിരിക്കും മക്കളെ? ഇവിടെ 4 atm ആയിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, ശരിയല്ലേ? വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയണം. അപ്പൊ 5ൽ നിന്ന് 10ലേക്ക് ഉയർന്നു, ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ 4ൽ നിന്ന് ഇരട്ടി കുറയണം. അപ്പൊ എത്ര വരും? 2 വരും, ശരിയല്ലേ? ആണല്ലോ അല്ലെ? 5ൽ നിന്ന് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 5ന്റെ ഇരട്ടിയാണ് 10 അല്ലെ? 10 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇരട്ടി പ്രഷർ കുറയണം അല്ലെ? 4ന്റെ പകുതി എത്രയാണ്? 2 ആണ്. അപ്പൊ 2 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഏത് ലോ? ബോയിൽസ് ലോ അല്ലെ? ബോയിൽസ് നിയമമാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസേഴ്സ് വെറുതെ കാണിച്ചു തന്നാൽ 10 ലിറ്റർ ആണ് എ, സെക്കൻഡ് 2 atm ആൻഡ് തേർഡ് ബോയിൽസ് ലോ ആണ്, ബോയിൽസ് നിയമമാണ് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എഫ് സബ്ഷെൽ? എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ പറയാൻ ആര് വരും? സാറേ ആരെ വിളിക്കാം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ SSLC എഴുതണ്ട. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്. ആരാണ് സാർ ഇത്? യെസ്, ദിയ ഷാജി. യെസ്, നമ്മൾ ദിയേനെ ഇടയ്ക്കൊന്ന് ട്രോൾ ചെയ്യായിരുന്നു. ദിയ, ഗുഡ് ഈവനിങ്. അൺമ്യൂട്ട് ഓപ്ഷൻ പോയില്ലേ? കാത്തിരുന്ന് അല്ലെ? വിളിച്ചപ്പോ എന്താന്ന് വെച്ചാൽ അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നുമില്ല. കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വലിയ എന്താ പറയാ, എന്റെ വലിയൊരു ഫാനായിരുന്നു ആള്. പക്ഷെ സംസാരിക്കാൻ പറ്റാത്തതിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ആരാണ് സാറേ? കൃഷ്ണപ്രിയ അല്ലെ? കൃഷ്ണപ്രിയ. കൃഷ്ണ ഇങ്ങനെ ഓർക്കാൻ എന്നൊക്കെ ആര് വിളിക്കാനാ അല്ലെ? അങ്ങനെ ഓർത്തിരുന്നപ്പോഴാണ് കൃഷ്ണനെ പെട്ടെന്ന് വിളിച്ചത്. ഓക്കെ, കൃഷ്ണ പറഞ്ഞോ. 14. ഓക്കെ, 14 കൃഷ്ണയുടെ വീട് എവിടെയാ? കുഴിപ്പള്ളിക്കാരിയാ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ ആൻസർ 14 ആണ് വരുന്നത്. എനിക്ക് ഏത് വർഷമാണെന്ന് ഓർക്കില്ല. എന്തായാലും 2022, 23 ഈ രണ്ടിലെ ഏതോ ഒരു വർഷത്തില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അതുകൊണ്ട്
അറിഞ്ഞിരിക്കുക കേട്ടോ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിനടുത്ത് വരുന്നത്, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. ഓക്കെ, ദ കെമിക്കൽ ഫോർമുല ഓഫ് 2 ഡിഫറെന്റ് ക്ലോറൈഡ് ഓഫ് അയൺ ആർ ഗിവൺ ബിലോ. എന്താണ് രണ്ട് എന്താണ് കെമിക്കൽ ക്ലോറൈഡ് അയണിന്റെ, അതായത് അയണിന്റെ തന്നെ, അതായത് ഇരുമ്പിന്റെ തന്നെ ക്ലോറൈഡ് അയൺ. ഓക്കെ, ഇതിന്റെ തന്നെ ഇത് തന്നിരിക്കുന്നതാണ്. ഓക്കെ, ഫെറസ് ക്ലോറൈഡ് ഉണ്ട്, ഫെറിക് ക്ലോറൈഡ് ഉണ്ട്, രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഒരെണ്ണം ഫെറസ് ക്ലോറൈഡ്, അതെന്താ FeCl2. ഫെറിക് ക്ലോറൈഡ് എന്ന് വെച്ചാൽ എന്താണ് FeCl3. മനസ്സിലായല്ലോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്ലോറിന്റെ -1, അത് അറിയില്ലാത്തവരായിട്ട് നമുക്ക് ഇല്ല അല്ലെ, കാരണം ഹാലജൻസിന്റെ ഒക്കെ പൊതുവെ -1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻ വിച്ച് കോമ്പൗണ്ട്സ് അയൺ ഷോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഏത് സംയുക്തത്തിലാണ് ഇരുമ്പ് +2 ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നത്? ഫെറിക് ക്ലോറൈഡിലാണോ ഫെറസ് ക്ലോറൈഡിലാണോ എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. എടാ വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ചെയ്തു നോക്കാം. അറിയില്ലാത്തവർ എന്ത് ചെയ്യണം? ചെയ്തു നോക്കണം. അറിയുന്നവർ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. FeCl2 എടുക്കുക. ഇതിൽ ക്ലോറിന് -1 എന്ന് അറിയാം. അപ്പൊ ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ടടാ? 2 ക്ലോറിൻ ഉണ്ട് അല്ലെ. Feയുടെ നമുക്ക് അറിയില്ല, അതുകൊണ്ട് Feന് നമ്മൾ അതുപോലെ തന്നെ എഴുതി. Fe ഒരെണ്ണം ഉള്ളതുകൊണ്ട് 1 × Fe എന്ന് കൊടുത്തു. ഓക്കെ, +2 × -1 എന്ന് കൊടുത്തു, =0 അല്ലെ. അപ്പോ Fe ഓക്കെ പ്ലസ് എന്താണ് -2 = 0, -2 അപ്പുറത്തേക്ക് വന്നപ്പോ Fe +2 ആയി. യെസ്, അപ്പൊ നമുക്ക് മനസ്സിലായി ഏതിന്റെ മക്കളെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഫെറിക് ക്ലോറൈഡ് ആണ്. സെറ്റ് ആണോ? ഓക്കെ, യെസ്. അപ്പൊ അവിടെ ഒരാൾക്ക് അൺമ്യൂട്ടായി. നമ്മള് അരമണിക്കൂർ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യന് ഇപ്പോഴാണ് അൺമ്യൂട്ട് ഓപ്ഷൻ അവിടെ. ഓക്കെ, അപ്പൊ നമുക്കിനി നാളെ മുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സാറ് നോട്ട് ചെയ്യാം കേട്ടോ. ഇന്ന ആളോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങാൻ നേരത്തെ എന്ത് ചെയ്യുക? അൺമ്യൂട്ട് ഓപ്ഷൻ സെൻഡ് ചെയ്തിട്ട്. ഓക്കെ, ഓക്കെ മക്കളെ, അപ്പോ ഇതിന്റെ ആൻസർ ഫെറിക് ക്ലോറൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അയോൺസ് ഇസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ കാഥോഡ്? ഇതില് തന്നിരിക്കുന്നതിൽ കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ആരാ മക്കളെ? കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നവർ ആരായിരിക്കും? പറ. ക്ലോറൈഡ് അയോൺ ആണോ, ഓക്സൈഡ് അയോൺ ആണോ, ഫ്ലൂറൈഡ് അയോൺ ആണോ, സോഡിയം അയോൺ ആണോ? കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ ഏതായിരിക്കും? പറയാൻ ആരാണ് സാർ വരുന്നത്? ആകാശസ് എല്ലാം പഠിച്ച് അല്ലെ കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാന്ന് നോക്കാം. യെസ്, ഗുഡ് ഈവനിങ് കുട്ടാ, പറഞ്ഞോ. നീ ക്ലോറൈഡ് പറയുന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയോ? കൂടുതലും ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെയാ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഒന്ന് ചോദിച്ചു നോക്കിയാ, അത് ആനോഡിലേക്കാ, ഇത് കാഥോഡിലേക്കാ. അപ്പൊ സോഡിയം. അതാ പറഞ്ഞത് കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കണം എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായ മക്കളെ? ക്വസ്റ്റ്യൻ ഒരേ രൂപത്തിൽ ചോദിക്കും. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു മാതൃക തന്നെ ചോദിക്കും. എന്നിട്ട് ചെറിയൊരു മാറ്റം കൊടുത്തിട്ടുണ്ടാവും, അവിടെ നമ്മൾ പെടും. ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കോളണം കേട്ടോ. ഓക്കെ, അപ്പൊ ഏതാണ്? സോഡിയം അയോൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ആനോഡിലേക്കാണെങ്കിൽ ഏതായിരുന്നു? ക്ലോറൈഡ് അയോൺ വരുമായിരുന്നു. സെറ്റ് ആണോ മക്കളെ? എല്ലാവരും സെറ്റ് അല്ലേ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം സാർ, അല്ലെ ബ്രേക്ക് കൊടുക്കാം അല്ലെ. ബ്രേക്ക് വേണോ? ഇന്ന് ആവശ്യമില്ല, നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പോവായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ എത്ര മിനിറ്റ് ആണ് സാർ? ഓക്കെ, ഒരു 10 minutes ബ്രേക്ക് ഉണ്ട്. അതിനുശേഷം ആരും പോകരുത്, തിരിച്ചു വരണം കേട്ടോ.
വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർക്ക് വീഡിയോ ഓൺ ചെയ്യാട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഫിസിക്സിന്റെ എക്സാംസ് ഒക്കെ എഴുതി ഓരോ എക്സാം കഴിയുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ് അല്ലേ? അത് കഴിഞ്ഞല്ലോ, ഇനി അടുത്ത എക്സാമിന് വേണ്ടി അല്ലേ? പിന്നെ 27-ാം തീയതി അല്ലേ തീരുന്ന എക്സാം തീരുന്നത്? 27-ാം തീയതി ബയോളജിയോടുകൂടി കുട്ടിക്കലാശാണ് അല്ലേ? ആണോ? അല്ലേ 6ആണോ? 26ആണോ? 24 26, സോറി, ബുധനാഴ്ച 26ആണല്ലോ. ശരി, ഓക്കെ. അപ്പൊ 26-ാം തീയതി കൊട്ടിക്കലാശാണ് അല്ലേ? ആണോടാ? അല്ലേ? ഇതെന്താ ഒരു അനക്കില്ലാതെ? ഓക്കെ, 26-ാം തീയതി എക്സാം കഴിയുമ്പോ അല്ലേ, എന്താ സമാധാനം. ഒരു വർഷം നീണ്ടു നിന്ന അല്ലെ പ്രഷറൊക്കെ അങ്ങ് തീരും. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാംസ് ഒക്കെ നല്ലപോലെ എഴുതുക. 2 എക്സാം കൂടി ഉള്ള 2 എക്സാം നല്ലപോലെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് എഴുതുക. ഫുഡൊക്കെ കൃത്യസമയത്ത് കഴിക്കുക. ഹെൽത്ത് ഒക്കെ നല്ലപോലെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. Molten sodium chloride and aqueous sodium chloride solution are electrolyzed separately, which substance is obtained at the anode in both cases. What is the energy change taking place in an electrolytic cell? ഉരുകിയ സോഡിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡ് ലായനിയും വൈദ്യുത വിശ്ലേഷണ വിധേയമാകുന്നു. ഈ 2 സന്ദർഭങ്ങളിൽ ആനോഡ് ലഭിക്കുന്ന പദാർത്ഥം ഏത്? ഓക്കെ, അതുപോലെ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം ഏതെന്നാണ്. ആനോഡിൽ 2 സമയത്തും കിട്ടുന്നത് ആരായിരുന്നു? ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞോളൂ, കാഥോഡിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞോളൂ. ഏതായിരുന്നു? ക്ലോറൈഡ് അയോൺ അല്ലെ? ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരുന്നു? ക്ലോറൈഡ് അയോൺ ആയിരുന്നു. അതല്ലെങ്കിൽ ക്ലോറിൻ എന്ന് എഴുതിയാലും തെറ്റില്ല. വൈദ്യുത ഊർജ്ജം എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുക അല്ലെ? ഇലക്ട്രോലൈറ്റിക് സെല്ലില് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുവാണ്? കെമിക്കൽ എനർജി, അതായത് വൈദ്യുത ഊർജ്ജം രാസോർജ്ജമായിട്ട് മാറുവാണ്. അത് ഓർത്ത് വെച്ചോളണം. ഗാൽവനിക് സെല്ലിൽ നേരെ തിരിച്ചായിരുന്നു. ക്ലിയർ ആണല്ലോ? ഗാൽവനിക്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രോലൈറ്റില് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ആണ്. പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സിമ്പിൾ ആയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഗോൾഡ് ഈസ് കോട്ടഡ് ഓവർ എ കോപ്പർ സ്പൂൺ ബൈ ഇലക്ട്രോലൈസിസ്. എന്താണ്? നെയിം ദിസ് പ്രോസസ്. എന്താണ്? ഒരു ചെമ്പിന്റെ സ്പൂണിൽ ഓക്കെ വൈദ്യുത വിശ്ലേഷണം വഴി സ്വർണം എന്ത് ചെയ്തിരിക്കുന്നു? ലേപനം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഏതായിരിക്കും പ്രോസസ്? ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം എന്നുള്ളതാണ് ആൻസർ. വാട്ട് മെറ്റീരിയൽ ഇസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി? അതായത് സ്വർണമാണ് പൂശേണ്ടതെങ്കിൽ അവിടെ ബാറ്ററിയിലേക്ക് പോസിറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യേണ്ട മെറ്റൽ ഏതാണ് എന്ന് പറയാൻ ആരാണ് വരുന്നത് സാറേ? ആരായിരിക്കും വരിക? അനഘ. അനഘ TS. അനഘ പറഞ്ഞോ. ഗോൾഡ് കോട്ടഡ് ഓവർ കോപ്പർ. കോപ്പറിന്റെ പുറമെ ഗോൾഡ് ആണ് കൊടുക്കേണ്ടെങ്കിൽ ആരായിരിക്കും കൊടുക്കേണ്ടത്? ആരായിരിക്കും കൊടുക്കേണ്ടത്? ഗോൾഡ്. പിന്നെ കോപ്പർ അല്ലെങ്കിൽ പിന്നെ ഗോൾഡ് ആയിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, ഗോൾഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഹിയർ? ഏത് ഇലക്ട്രോലൈറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഏത് ഇലക്ട്രോലൈറ്റ് ആണ്? ഗോൾഡ് ആണെങ്കിൽ ഏത് ഇലക്ട്രോലൈറ്റ് നമ്മൾ ഇവിടെ ഉപയോഗിക്കണം? അത് പറയുന്നത് സാറേ ആരാണ് വരുന്നത്? നമുക്കൊരാളെ വിളിച്ചു നോക്കാം. ഇപ്പുറത്തെ ഐഡിയ വരുവാണെങ്കിൽ നമുക്ക് നെജ. ഓക്കെ, വേറെ ഓക്കെ, നമ്മള് സാറ് ഇവിടുന്ന് ബ്രേക്ക് കഴിഞ്ഞപ്പോ തന്നെ ഒരു അഡ്മ്യൂട്ട് ഓപ്ഷൻ സെൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ നമുക്ക് ദിയനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദിയ പറഞ്ഞോ. മിക്സ്ചർ ഓഫ് ഗോൾഡ് സൈനൈഡ് ആൻഡ് സോഡിയം സൈനൈഡ് സൊല്യൂഷൻ ആണ് കേട്ടാ. ഗോൾഡ് ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം ഒന്നും ഇല്ല. നമ്മളാ പഠിച്ചിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് മിക്സ്ചർ ഓഫ് ഗോൾഡ് സൈനൈഡ് ആൻഡ് സോഡിയം സൈനൈഡ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെ ആറ്റ് നോട്ട് നമുക്കൊന്ന് അൺമ്യൂട്ട് ഓപ്ഷൻ കിട്ടി അല്ലേ? ഓക്കെ, അങ്ങനെ ആൻസർ വരുന്നത് മിക്സ്ചർ ഓഫ് ഗോൾഡ് സൈനൈഡ് ആൻഡ് സോഡിയം സൈനൈഡ് സൊല്യൂഷൻ ആണ്. പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഇറ്റ് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് വെൻ മെറ്റൽ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ആസിഡ്? എടാ, നിങ്ങളുടെ 8ൽ പഠിക്കുന്ന അനിയന്മാരും അനിയത്തിമാരും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട് ഇതിന്റെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ. കാരണം അവരെ ഞാൻ പഠിപ്പിച്ചതാണ്.
എന്റെ ഉത്തരം പറയാൻ ആര് വരും സാർ? എടാ ഒരു മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്ന ഗ്യാസ് ഏതാണെന്ന് പറയാൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആരാണ് സാർ ഇത്? ദിയ. ആരാണ്? ബിയ. യെസ്, ബിയ ബിജു. ഹൈഡ്രജൻ ആണോ? ഹൈഡ്രജൻ ആണോന്ന് ബിയ ചോദിച്ചു. എനിക്കാണെങ്കിൽ വലിയ ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് വേറൊരാളെ ഉറപ്പിക്കാൻ വിളിക്കാം. ആരാണ് സാർ വരുന്നത്? ബിയ ഉറപ്പിച്ച് പറയണോട്ടോ. ഇതാരാണ്? യെസ്, ആഷ്ന അബിൻ. അല്ല സോറി, ആഹ്ന. ഓക്കെ, ആഹ്ന വന്നിട്ടുണ്ട്. ആഹ്ന ആരാണ്? ഹൈഡ്രജൻ. യെസ്, ഹൈഡ്രജൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബിയ. ഓക്കെ, സമാധാനിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? ഹൈഡ്രജൻ വാതകമാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. ഓക്കെ, ഇതുപോലെ ഉറപ്പിക്കാൻ എക്സാം ഹാളിൽ ആരും വരില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉറപ്പിച്ച് തന്നെ പഠിച്ചുകൊണ്ട് പോവുക കേട്ടോ. ഓക്കെ, ആൻസർ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലക്ട്രോലൈസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഇസ് കണ്ടക്റ്റഡ്. ഓക്കെ, വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ ദ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏതെല്ലാം എന്ന് പറയാൻ ആര് വരും സാർ? ആരെ വിളിക്കാം നമുക്ക്? ആരെങ്കിലും മതി. ഓക്കെ, അശ്വിൻ. ഓക്കെ, അശ്വിൻ. അശ്വിനെ പറഞ്ഞോ. മോൾട്ടൺ NaCl-നെ ഇലക്ട്രോലൈസിസിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അയോൺസ് ഏതൊക്കെയാണ്? സോഡിയം, കുഴപ്പമില്ല. കാൽഷ്യ ഇടിക്കുന്ന നിക്ക, നമുക്ക് വേറൊരാളോട് ചോദിക്കാം. ഓക്കെ, ആരാണ് സാർ വരുന്നത്? മേരി മോൾ. യെസ്, ഗുഡ് ഈവനിങ്. മേരി ഇങ്ങനെ എന്താ പറയാ, അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. 10ാം ക്ലാസ് സ്റ്റുഡന്റ് ആന്ന് പറയും. പറ. അങ്ങനെയൊന്നും പറയണ്ടേ, ഏതൊക്കെ അയോണാന്ന് പറഞ്ഞാൽ മതി. സോഡിയം ക്ലോറിനും അല്ലെ? ക്ലോറിനും സോഡിയം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല സോഡിയം ക്ലോറിൻ എന്ന് പറയാൻ കേട്ടോ. പോസിറ്റീവ് അയോണായ Na+ഉം നെഗറ്റീവ് അയോണായ Cl- അവിടെ ഉണ്ടാവുന്ന അയോൺസ് മോൾട്ടനിൽ. അതല്ല അക്വസിൽ വരുമ്പോ എന്തൊക്കെ വരും? H+ വരും അല്ലെ, H3O+ വരും, OH- വരും. ഓക്കെ, ഇങ്ങനെയുള്ള അയോണുകളും വരും കേട്ടോ. Okay, which is the gas liberated at the positive electrode during electrolysis? പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡാ ആണല്ലോ, അല്ലെങ്കിൽ കാഥോഡാണോ? ഏതാണ്? ഇലക്ട്രോലൈസിസിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാ? എന്തായാലും ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. which is the gas liberated at the positive electrode during electrolysis? ഇലക്ട്രോലൈസിസ് നടക്കുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് പറയാൻ ആരാണ് സാർ വരുന്നത്? ദിയ. യെസ്, ദിയാഡോണി. ഓക്കെ, പറഞ്ഞോ. ഏതാണ്? കുഴപ്പമില്ല, നമുക്ക് വേറൊരാളോട് ചോദിക്കാം. പഠിച്ചോളണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി സെറ്റ് ആക്കുന്നാണ് ദിയ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരാളോട് ചോദിക്കാം. ആരാണ് സാർ വരുന്നത്? മുഹമ്മദ് റിസ്വാൻ. യെസ്, മുഹമ്മദ് റിസ്വാൻ. ഇത് നമ്മുടെ ആദ്യത്തെ പോലെ തന്നെയാണോ? അൺമ്യൂട്ട് ഓപ്ഷൻ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആളോട് ചോദിക്കാം. ആരാണ്? ശ്രീനന്ദ എന്ന വരുവാണ്. ഓക്കെ, ഒന്ന് ശ്രീനന്ദ പറ. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഇലക്ട്രോലൈസിസ് നടക്കുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ വരുന്ന ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാ? നൈട്രജനാ. സോഡിയം ക്ലോറൈഡിന്റെ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ കേസ് എടുക്കുമ്പോൾ നൈട്രജൻ.
എന്നാ ഞാനീ പരിപാടി ശ്രദ്ധിക്കല്ല. ഇലക്ട്രോൺ മക്കളെ ശ്രദ്ധിച്ചടാ, മോൾട്ടൻ സോഡിയം ക്ലോറിൽ ആകെയുള്ള അയോൺ സോഡിയവും ക്ലോറിനും. അതിൽ പോസിറ്റീവ് ഇലക്ട്രോണിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതായിരിക്കും? പോസിറ്റീവ് ഇലക്ട്രോണിലേക്ക് ആരായിരിക്കും വരേണ്ടത്? നെഗറ്റീവ് ആയിരിക്കും വരേണ്ടത്. സോഡിയം ഗ്യാസ് ആണോ? പോസിറ്റീവിലേക്ക് ആരായിരിക്കും അട്രാക്ട് ചെയ്യുക? നെഗറ്റീവ് അയോൺ ആയിരിക്കും അട്രാക്ട് ചെയ്യുക. അപ്പൊ ഏതായിരിക്കും വരേണ്ടത്? ആകെ 2 അയോണാ പഠിച്ചുള്ളൂ, സോഡിയവും Cl അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയായിരിക്കും വരേണ്ടത്? Cl ആയിരിക്കും വരേണ്ടത്. മനസ്സിലായോ? Cl മൈനസ്. കേട്ടാ? പഠിച്ചുണ്ടല്ലോ, അപ്പൊ എല്ലാതെ വളർന്നു പോകുന്നു. കേട്ടാ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ആൻസേഴ്സ് ആണ്. ആൻസറിൽ ആദ്യത്തെ Na+ഉം Cl- ആണ്. ബി ക്ലോറിൻ ആണ്. സി എന്താണ്? Na++1 ഇലക്ട്രോൺ ഗീവ്സ് Na. മനസ്സിലായോ? അതായത് റിഡക്ഷൻ ആണ് നടത്തുന്നത്. കേട്ടോ? ദിയാഡോണി ഇങ്ങനെ ഇരുന്ന് എഴുതി എടുക്കുന്നുണ്ട് എല്ലാം പെട്ടെന്ന്. ഓക്കെ, യെസ്, കുഴപ്പമില്ല. ഇനി 2 ദിവസം വരെ ഉണ്ടല്ലോ അല്ലേ? സെറ്റാക്കും, ഞാൻ പഠിച്ച്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ഓൺ അയൺ ബാങ്കിൾ? ഇരുമ്പ് വളയിൽ വെള്ളി ലേപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാ മക്കളെ? ഇത് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3rd ചാപ്റ്ററിൽ വിന്നേഴ്സിന്റെ മെറ്റീരിയൽ ലാസ്റ്റ് ആയിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ബോക്സ് പഠിച്ചിട്ട് വേണം എല്ലാവരും പോകാൻ. അത് പറയാൻ വേണ്ടി തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തലയൊക്കെ വലിയ കാര്യമായിട്ട് കുറെ നേരം ആട്ടി എല്ലാവരും. അപ്പൊ അവരെ തന്നെ വിളിച്ചോ. ആരാണ് സാർ? ഹന്ന. യെസ്, ഹന്ന. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും സിൽവർ സൈനൈഡ് സൊല്യൂഷനും. അതിൽ ഒരെണ്ണം മാത്രമാണ് പിക്ക് ചെയ്യാൻ മോൾ ഉദ്ദേശിച്ചത്. എന്നാലും രണ്ടുകൂടി ഞാൻ കൂട്ടി പറഞ്ഞതാണ്. മിക്സ്ചർ ഓഫ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആൻഡ് സിൽവർ സൈനൈഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ സെറ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇതിന്റെ ആൻസർ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗാൽവനിക് സെൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കെമിക്കൽ എനർജി എന്തായി മാറുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ തെറ്റിക്കാറുണ്ട്. ഓക്കെ, എല്ലാവർക്കും അത് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഗാൽവനിക് സെല്ലിൽ നമ്മൾ വേറെ സാധനത്തെ ബാക്ടീരിയ ഒന്നും കൊടുക്കുന്നില്ല. ചിലരുടെ വിചാരം ഉണ്ടല്ലോ, ആ മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന സാധനേ ബാക്ടീരിയ അല്ല. അത് എന്താ? അത് വോൾട്ട് മീറ്ററാ. കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി കാണിക്കുന്ന സാധനമാണ് വോൾട്ട് മീറ്റർ. ഓക്കെ, ഇപ്പൊ വോൾട്ട് മീറ്റർ അത് ബാക്ടീരിയ അല്ല. ഓക്കെ, അതേസമയം ഇലക്ട്രോലൈസിസിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബാക്ടീരിയയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടില്ലേ? ബാക്ടീരിയനെ കാണിക്കുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയൊരു വരയും ഒരു വലിയ വരയും അല്ലേ? അതാണ് എന്താ ബാക്ടീരിയ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, വീണ്ടും അത് റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ സിങ്ക് റോഡ് ഇസ് ഡിപ്ഡ് ഇൻ എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫോളോയിങ് ഒബ്സർവേഷൻസ് ആർ ഫൗണ്ട്. എന്താണ്? ഒരു സിങ്ക് റോഡ് എടുത്ത് ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് മുക്കി വെച്ചു. ഓക്കെ, അപ്പോ കോപ്പർ ഇസ് ഡിപ്പോസിറ്റ് ഓൺ സിങ്ക്. കോപ്പർ എന്ത് ചെയ്തു? സിങ്കിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തതായിട്ട് കാണപ്പെട്ടു. ഓക്കെ, സിങ്ക് കോപ്പർ സൾഫേഷൻ ലൈനിൽ മുക്കി വെച്ചപ്പോൾ സിങ്കിന് മേലെ കോപ്പർ അടിഞ്ഞുകൂടിയിരിക്കുന്നു. രണ്ടാമത്, ദ ഇന്റൻസിറ്റി ഓഫ് ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡിക്രീസസ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ കളർ ആയിരുന്നു. അത് എന്തായി മാറി? ആ കളറിന്റെ കളർ ഒന്ന് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കി. ഓക്കെ, വിച്ച് മെറ്റൽ ഇസ് മോർ റിയാക്റ്റീവ്? ഇതിൽ ഏത് മെറ്റലാണ് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് കാണിക്കുന്നത്? ഏതായിരിക്കും? ഇത് പറയണം. ഇത് പറയാത്തവർക്ക് നമുക്കൊരു 1000 പ്രാവശ്യം പൊസിഷൻ കൊടുക്കാം അല്ലേ? ഓക്കെ, ആരാണ് സാർ വരുന്നത്? ഓക്കെ, റിത നമ്മുടെ വിന്നേഴ്സിൻ റിത പോവുകയും ചെയ്താ? ഇല്ല, റിത പറഞ്ഞോ. സൗണ്ടില്ലേ? സിങ്കിന് മേലെ കോപ്പർ. ഇത്രേ ഉള്ളൂ. ക്രിയാശീലം കൂടിയ മെറ്റൽ. ഓക്കെ, അവിടെ മലയാളത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, എന്താണ്? ഏത് ലോഹം ആണ് ക്രിയാശീലം കൂടിയത്? സിങ്ക് ആണോ കോപ്പർ ആണോ? ക്രിയാശീലം കൂടിയത് സിങ്കിനാണോ കോപ്പർ? ഏതാണ്?
സിങ്ക്. ഓക്കെ, ആ അത് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇനി മലയാളം ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ആ പക്ഷെ എന്താന്ന് വെച്ചാ അടുത്ത വർഷം മലയാളം ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ആ ആ ഓക്കെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അടുത്ത വർഷം +1 മുതൽ +2 വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലും എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും മലയാളം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ മെഹന്തിക്ക് ഇട്ടോണ്ടിരിക്കുവാണ്. ഓക്കെ, മെഹന്തി വെച്ചാണ് എഴുതി പഠിക്കുന്നത്. പുതിയ പേനയുടെ മഷിയൊക്കെ തീർന്നു എക്സാം എഴുതിയോണ്ട് മെഹന്തി ഒക്കെ വെച്ചാണ് ഇപ്പൊ എഴുതി പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഒബ്സർവേഷൻ. എന്തായിരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻ? അത് കോപ്പർ സൾഫേറ്റ് ഇതിന്റെ വിശദീകരണം എന്താണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. സിങ്ക് ആണ്. എന്താണ് ബ്ലൂ കളർ, കോപ്പർ സൾഫേറ്റിന്റെ ബ്ലൂ കളർ നഷ്ടപ്പെടാനുള്ള കാരണം എന്താ മക്കളെ? എന്താണ്? കോപ്പർ സൾഫേറ്റില് Cu2+ അയോണുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അല്ലെ, പ്രസൻസ് ഉണ്ടായിരുന്നു. പ്രസൻസ് ഓഫ് Cu2+ അയോൺ ആയിരുന്നു. ആ Cu2+ അയോണിന് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ നടന്നു അല്ലെ, നിരോക്സീകരണം നടന്ന് എന്ത് സംഭവിച്ചു? കോപ്പർ മെറ്റലായിട്ട് മാറി. ശരിയല്ലേ? കോപ്പർ മെറ്റലായിട്ട് മാറി. അത് കാരണമാണ് അതിന്റെ കളറ് എന്തായി മാറിയത്? ബ്ലൂ കളറിൽ നിന്ന് കളർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയത്. ശരിയല്ലേ? ഓക്കെ, കോപ്പർ സൾഫേറ്റിൽ ബ്ലൂ കളർ ഉണ്ടാവാൻ കാരണം Cu2+ അയോണുകളുടെ സാന്നിധ്യമായിരുന്നു. ആ കോപ്പർ സൾഫേറ്റിലെ Cu2+ അയോണുകൾ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ നടന്ന്, നിരോക്സീകരണം നടന്ന് എന്ത് സംഭവിച്ചു? അത് Cu മെറ്റലായിട്ട്, കോപ്പർ മെറ്റലായിട്ട് മാറി. അതാണ് ഇതിനുള്ള കാരണമായിട്ട് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് കൈവശം. സെറ്റ് ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അനലൈസ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് 3 ഇത് തന്നിട്ടുണ്ട് അല്ലെ, 3 പിക്ചർ തന്നിട്ടുണ്ട്. അതിലൊരെണ്ണം എന്താണ്? സിങ്ക് സൾഫേറ്റിൽ അയൺ ഇട്ടിരിക്കുന്നു. രണ്ടാമത് ഫെറസ് സൾഫേറ്റിൽ അയൺ ഇട്ടിരിക്കുന്നു. മൂന്നാമത് കോപ്പർ സൾഫേറ്റിൽ അയൺ ഇട്ടിരിക്കുന്നു. ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ അയൺ നെയിൽസ് അണ്ടർഗോസ് എ കളർ ചേഞ്ച്. ഇതിലെ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് ഇരുമ്പിന്, അതായത് ഇരുമ്പ് ആണിക്ക് കളർ ചേഞ്ച്, നിറവ്യത്യാസം ഉണ്ടാകുന്നത് ഏതിലായിരിക്കും മക്കളെ? എക്കാണോ, ബിക്കാണോ, സിക്കാണോ? ഏതായിരിക്കും? ഇതിപ്പോ പലരും പലതായിരിക്കുന്നത്. എല്ലാ ഓപ്ഷനും പറയാൻ പറ്റില്ല കേട്ടാ. ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാ അല്ലെ. നീ എ അയച്ചോ, ഞാൻ ബി അയച്ചോളാം, അടുത്ത ആള് സി അയച്ചോളൂ എന്ന് പറയുന്ന പരിപാടി. അത് പറ്റില്ല. ഓക്കെ, ഏതെന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ. ഓക്കെ, ഏതാണ് സാറേ? നമുക്കൊരാളെ വിളിച്ചു നോക്കാം. ദിയ മരിയ. ബിയാ? സി ആണോ? ഓക്കെ, സി എന്ന് ദിയ പറഞ്ഞു. അപ്പൊ നമ്മൾ സി അവിടെ ഉറപ്പിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ പേര്, ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്ത് പേരിൽ അറിയപ്പെടുന്നു മക്കളെ? അത് പറയാൻ പറ്റുന്നവര്? പലരും പറയുന്നുണ്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്, ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്നിരിക്കുന്ന ആ റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആൻസേഴ്സില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടെസ്റ്റ് ട്യൂബ് സി ആണ് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഇരുമ്പാണി കൊണ്ടെന്ന് നിങ്ങൾ ചെയ്യിപ്പിച്ചോണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ CBSE ആയിരുന്നു 10ാം ക്ലാസ് പഠിച്ച. അവിടെ ഈ എക്സ്പെരിമെന്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. അതായത് ലാബിൽ കൊണ്ടുപോയിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അന്നത്തെ 10ാം ക്ലാസ് അല്ലെ, 20 വർഷം. അത് അമർ സാർ 20 വർഷം മുമ്പ് പഠിച്ചത്. ഞാനിപ്പോ എന്തായാലും 5-6 വർഷം മുമ്പ് പോയി പഠിച്ചതല്ലേ. അപ്പൊ എന്താണ്, ഒരു ബീക്കറില് കോപ്പർ സൾഫേറ്റ് എടുത്ത് അതിലേക്ക് ഒരു അയൺ നെയിൽ ഇട്ടു. പിറ്റേന്ന് തരണം കേട്ടോ. അന്ന് തന്നെ പരിപാടി കണ്ടില്ല ഞാൻ. ഞങ്ങൾ പിറ്റേന്ന് കൊണ്ടുവന്ന് കാണിച്ചു. അതെന്താ, അയൺ നെയിലില് തുരുമ്പെടുത്തു. ഓക്കെ, സ്വാഭാവികമായിട്ട് കോപ്പറിന് എന്ത് സംഭവിച്ചു? കോപ്പർ സൾഫേറ്റിന്റെ കളറും പതുക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ടെസ്റ്റ് ട്യൂബ് സി ആണ് ആൻസർ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്, ആദേശരാസ പ്രവർത്തനമാണ്. അവിടെ നടക്കുന്നത് എന്താ സംഭവിക്കുന്നത്? Fe+CuSO4 അല്ലെ, അയൺ നെയില്. അപ്പൊ ഇരുമ്പെടുത്ത് കോപ്പർ സൾഫേറ്റിൽ മുക്കി. അപ്പൊ Fe+CuSO4 എന്ത് സംഭവിച്ചു? Cu+FeSO4 ആയി മാറി. നമ്മൾ സിങ്ക് സൾഫേറ്റിന്റെ സെയിം അല്ലെ, സിങ്ക് എടുത്ത് കോപ്പർ സൾഫേറ്റിൽ മുക്കിയ ആ സെയിം അവസ്ഥ തന്നെ ഇവിടെ. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഇത്രേ ഉള്ളൂ. ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. വിച്ച് സൊല്യൂഷൻ ഇസ് യൂസ്ഡ് ആസ് ദ ഇലക്ട്രോലൈറ്റ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാ മക്കളെ?
ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? കോപ്പർ സൾഫേറ്റ്. കാണുമ്പോൾ തന്നെ അറിയാം കോപ്പർ സൾഫേറ്റ് ആണ് അല്ലെ. ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ് ഓഫ് ദ സെൽ. ഇവിടെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കോപ്പർ അല്ലെ, നമുക്കറിയാം അയൺ ബാങ്കിൽ കോപ്പറിനെ എന്താണ് കോട്ടിങ് ചെയ്യുന്ന അവിടെ നമ്മൾ റിയാക്ഷൻ അടക്കം പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? ഇവിടെ നടക്കുന്ന എന്താണ്? Cu2++2 ഇലക്ട്രോൺ Cu ആണ് അല്ലെ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതായിരുന്നു. രണ്ടിടത്തും സെയിം റിയാക്ഷൻ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കോപ്പർ സൾഫേറ്റ് എന്താണ്? Cu2++2 ഇലക്ട്രോൺ Cu. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെന്റ്സ്. ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ടുണ്ട്. PQRSന്റെ ഇലക്ട്രോണിക് വിന്യാസമാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് Q. Q എന്ന മൂലകത്തിന്റെ അറ്റോമിക നമ്പർ എഴുതുക. Q ഏതാ മക്കളെ? നിയോൺ തന്നിട്ടുണ്ട് 3s2 3p4. നിയോൺ കഴിഞ്ഞിട്ട് 3s2 3p4. നിയോൺ എത്രാമത്തെ എലമെന്റാ? 10ാമത്തെ എലമെന്റാ. മനസ്സിലായോ? നിയോൺ എന്ന് പറയുന്നത് 10ാമത്തെ എലമെന്റാ. ആർഗൺ എത്രാമത്തെ എലമെന്റാ? 18ാമത്തെ എലമെന്റാ. ഓക്കെ, അത് പഠിച്ചു വെച്ചോളണം. ആർഗൺ വരെയുള്ള നോബൽ ഗ്യാസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഹീലിയം ഒരു നോബൽ ഗ്യാസാ. എത്രാമത്തെ എലമെന്റാ? ഹീലിയം 2ാമത്തെ എലമെന്റാ. അതൊരു നോബൽ ഗ്യാസാ. നോബൽ ഗ്യാസ് എന്ന് വെച്ചാൽ ഉത്കൃഷ്ടവാതകങ്ങൾ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ചെറിയൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിട്ട് ബാക്കിയുള്ളവർ എഴുതുന്ന പരിപാടി ഉണ്ടല്ലോ, അതാ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2s2 2p5 ആണ് കേട്ടോ ഇത് മക്കളെ. 2s2 ഇവിടെ 2s2 ഉണ്ട്, അത് ആ 2 വിട്ടു ഏതാണ്? 2s2 2p5. ഓക്കെ, ഇവിടെ 3s2 3p4 3d7 4s2 ഓക്കെ 4s1 അത്രയാണ് ഉള്ളത്. അപ്പൊ Q എന്ന മൂലകത്തിന്റെ നിങ്ങൾ നോക്കിക്കേ, നിയോൺ 10 ആണ്. പിന്നെ എത്ര ഉണ്ട്? 2 + 4 6. അപ്പൊ 16 ആണ്. അപ്പൊ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 16 ആണ് വരുന്നത് അല്ലെ. കാരണം ഇലക്ട്രോണുകളുടെ നമ്പർ ആഡ് ചെയ്താൽ മതി. അപ്പൊ നിയോൺ 10ാമത്തെ പേരാണ്. 10 പ്ലസ് പിന്നെ 2 + 4 16. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് സബ്ഷൽ എമംഗ് ദ ഫോളോയിങ് ഹാസ് ഹൈയസ്റ്റ് എനർജി? ഇവയിൽ ഏത് സബ്ഷനിലാണ് കൂടുതൽ ഊർജ്ജമുള്ളത്? 2p ആണോ, 4s ആണോ, 3d ആണോ, 3p ആണോ? 2p 4s 3d 3p. ആർക്കാണ് ഇതിലെ ഹൈയസ്റ്റ് എനർജി, അതായത് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത് ഇതിൽ ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് നജാദ്. നജാദ് കുറെ നേരമായി. ഓക്കെ, അവിടെ ഇരിക്കണം. ഓക്കെ, നജാദ് അവിടെ ഇങ്ങനെ 3d ആണ്. ഓക്കെ, നജാദ് എവിടെയാണ് വീട്? വടക്കഞ്ചേരി. ഓക്കെ, നജാദ് ഇങ്ങനെ എന്താ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് കാണിച്ചിട്ട് ഇങ്ങനെ ഡാൻസിന്റെ ഒക്കെ സ്റ്റെപ്പുകളൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 3d ആണ്. കാരണം നമുക്ക് അറിയാം ഫോറസ്റ്റിനേക്കാൾ എനർജി കൂടുതലാണ് ആർക്ക്? 3d. ഓക്കെ, അപ്പൊ ഓക്കേടാ കാണാട്ടോ. ഓക്കെ, 3d ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 3d. ഇങ്ങനെയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എക്സിസ്. എന്താണ്? ഇലക്ട്രോണിക് ഒരു മൂലകത്തിന് സബ്ഷൽ ഇലക്ട്രോണിക വിന്യാസം തന്നിട്ടുണ്ട്. ആർഗൺ കഴിഞ്ഞിട്ട് 3d8 4s2 3d8 4s2. ഹൗ മെനി സബ്ഷൽസ് ആർ ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിൽ എത്ര സബ്ഷലുകളാണ് ഉള്ളത്? എത്ര സബ്ഷെൽ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോ നമുക്ക് നോക്കാം അതിൽ എത്ര സബ്ഷെൽ ഉണ്ട് മക്കളെ. ആര് പറയും? അലൻ അല്ലേ? അലൻ തന്നെയല്ലേ? അലൻ ലിയോ. അലനെ? യെസ്, ഗുഡ് ഈവനിങ്. പറയാൻ പറ്റുമോ ഇത് എത്ര സബ്ഷെൽ ഉണ്ടെന്ന്? ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് വേറൊരാളോട് ചോദിക്കാം. ആരാണ് വരുന്നത്? ആദിലക്ഷ്മി. ആദിലക്ഷ്മി, ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? ആദിലക്ഷ്മി പോയോ? പറ, ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? ഹൗ മെനി സബ്ഷെൽസ് ആർ ഇൻ ദിസ് ആറ്റം? 6 ഉണ്ടോ? ഓക്കെ, അപ്പൊ ചിലർക്കൊക്കെ ഇതുണ്ടാകും. ഓക്കെ,
ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദിസ് എലമെന്റ് എന്നാണ് കേട്ടോ. ഓഫ് ദിസ് എലമെന്റ്. ഓക്കെ, അത് ഓഫീസ് എന്നാണ്. ഓഫ് ദിസ് എലമെന്റ് എന്നാണ്. ഓക്കെ, അതാരാണ് എഴുതി കാണിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ആൻസറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമ്പർ ഓഫ് സബ് ഷെൽ ഈസ് എത്രയാണ് അലന് കിട്ടിയത്? പോയാ. ഓക്കെ, നമ്പർ ഓഫ് സബ് ഷെൽ ഈസ് 7. നമ്പർ ഓഫ് സബ് ഷെൽ ഈസ് 7 ആണ്. ഓക്കെ, 7 സബ് ഷെല്ലും. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏറ്റവും പുറമേയുള്ള ഷെല്ല് 3D8 അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 3D ആണ്. അപ്പൊ 3D8 ആണ്. എന്ത് ചെയ്താൽ മതി? 3D8 ഡി ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഇലക്ട്രോൺ രണ്ടുപേരുടെ, അതായത് എസിന്റെയും ഡിയുടെയും ആഡ് ചെയ്താൽ മതി. അപ്പൊ 3D8 4s2. അപ്പം 8 + 2 10 ആണ് വരുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 10 ആണ് വരുന്നത്. ക്ലിയർ ആണെങ്കിൽ ഷെയറുടെ കൈ വീശാം. സെറ്റ് ആണോ? ഓക്കെ, പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. The outermost subshell electronic configuration of an element Y is 3s1 3p1. അതായത് ഒരു മൂലകത്തിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നത് എന്താണ്? 3s2 3p1 ആണ്. ഓക്കെ, റൈറ്റ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പൂർണ്ണമായ ഇലക്ട്രോണിക വിന്യാസം എഴുതുക. 3s2 3p1 സിമ്പിൾ അല്ലേ? നമുക്ക് ഒരാളോട് ചോദിക്കാം. ആരാണ് സാർ വരുന്നത്? ശ്രേയ എന്ന് പറയും. ശ്രേയ എന്താണ്? ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞാണോ? ഓക്കെ, ഞാൻ ആൻസർ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ്, പറഞ്ഞോ. വെരി ഗുഡ്. ഓക്കേടാ, ഓക്കെ കാണാം. ഓക്കെ, അപ്പൊ 1s2 2s2 2p6 3s2 3p1. ഓക്കെ, സെറ്റ് അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. അങ്ങനെയാണ് ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുക. ഗ്രൂപ്പ് പറയാൻ ആര് വരും സാർ? ആരാണ്? ആജ്ഞ. യെസ്, ആജ്ഞ വരും. ആജ്ഞ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. എന്നെ എപ്പോ വിളിക്കും സാർ? ആജ്ഞ 1+2 ആണോ? 1+12 എന്ന് ഉദ്ദേശിച്ചേ? ഓക്കെ, 1+12. ഓക്കെ, 13 അല്ലേ? 1+12 ആലോചിക്കാൻ എന്നാ ഉള്ളേ? 13 അല്ലേ? ഓക്കെ, 13 ആണ്. പീരീഡ് പീരീഡ് തിരുമതിലേ. ഓക്കെ, ലേലം ഉറപ്പിക്കാമോ? 2 എങ്ങനെ വന്നു? പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ബ്ലോക്കുകൾ ഒന്നും നോക്കണ്ട. പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹയസ്റ്റ് മെൻഷൻ നമ്പർ നോക്കിയാൽ മതി. അപ്പൊ 3 അല്ലേ വരേണ്ടേ? കേട്ടാ? പീരീഡിൽ നമ്മൾ ബ്ലോക്കുകൾ കൺസിഡറേ ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ഹയസ്റ്റ് മെയിൻ ഷെൽ നമ്പർ നോക്കിയാൽ മതി. 3 ആണ് ഇവിടെ ഏറ്റവും മെയിൻ ഷെൽ നമ്പർ അല്ലെ? ഹയസ്റ്റ് നമ്പർ. സോ 3 ആണ് പീരീഡ്. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ 4s2 3d10 വന്നേന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ അവിടുത്തെ ഹയസ്റ്റ് മെയിൻ ഷെൽ നമ്പർ ഏതാ? 4 ആണ് അല്ലെ? 4s2 3d. നമ്മൾ അങ്ങ് നോക്കണ്ട ഡി ബ്ലോക്ക് ആണോ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് 3d അല്ല സാറേ, അതുകൊണ്ട് 4 വരുമോ എന്നൊന്നും ചോദിക്കണ്ട. ഹയസ്റ്റ് മെയിൻ ഷെൽ നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് 4 ആണ് പീരീഡ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇവിടെ 3 ആണ് ഇവിടുത്തെ പീരീഡ് ആയിട്ട് വരുന്നത്. കേട്ടോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ പ്രത്യേകം ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ആദ്യത്തെ തന്നെ നിങ്ങൾക്ക് അറിയാം 1s2 2s2 2p6 3s2 3p1. ഗ്രൂപ്പ് എത്രയാണ്? 13 ആണ്. കാരണം പി ബ്ലോക്ക് ആയതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് നമ്പർ പ്ലസ് എന്താണ് മക്കളെ വരേണ്ടത്? 12 ചെയ്യണം. അപ്പൊ 1 + 12 13 ആണ് ഗ്രൂപ്പ്. പീരീഡ് 3 ആണ്. സെറ്റ് ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് സബ്ഷെൽ ഈസ് കോമൺ ടു ഓൾ ഷെൽസ്? എല്ലാ ഷെല്ലുകളിലും കാണപ്പെടുന്ന സബ്ഷെൽ ഏതാ മക്കളെ? SPDF-ല് എല്ലാ ഷെല്ലിലും എവിടെ ചെന്നാലും ഇവനെ കാണും. അതാരായിരിക്കും? ആരാ വരുന്നത്? ഫാത്തിമ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, ഒരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. നമുക്ക് ഫാത്തിമേനെ വിളിക്കാം അല്ലെ? ഫാത്തിമ നഹ, വലിയൊരു പേരാണല്ലോ. ഫാത്തിമ നഹ നാസർ അല്ലെ? എന്താണ് നമ്മളെ? ക്ലിയർ ആയില്ല. എസ് അല്ലേ? ഓക്കെ, ഫാത്തിമയുടെ വീട് എവിടെയാ?
ആ ഇവിടുന്ന് തൊട്ടടുത്താ അല്ലെ? ഓക്കെ, ചാവക്കാടാണ്. ഓക്കെ, അപ്പൊ എസ് സബ്ഷല, കാരണം നമുക്കറിയാം ഹൈഡ്രജൻ ആണ് ഏറ്റവും ആദ്യ എലമെന്റ്, അവന് മണ്ണസ് ഉണ്ട് ഇല്ലേ? എസ് സബ്ഷൽ ഉണ്ട്. അപ്പൊ ഏത് ആൾക്കും കോമൺ ആയിട്ട് നിൽക്കുന്ന ഷെല്ലാണ് ഇത്, എസ് സബ്ഷൽ. കേട്ടോ, ഇത് മുൻപ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോണോ? വേണ്ടേ? വേണോ വേണ്ടയോ? നിങ്ങൾ പറയും പോലെ ഞാൻ നിൽക്കുള്ളൂ. ശരിടാ, അതേ നോക്കി മേരിമോളെ കുറെ വേണ്ടാന്ന് എന്നോടൊരു ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും ഞാൻ എന്തായാലും 9 ക്ലാസ് കഴിഞ്ഞിട്ടാ പോകുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം സാർ. ഓക്കെ, 30th അല്ലെ 33 ആണ് അല്ലെ. ഹൗ മെനി സബ്ഷെൽസ് ആർ ദർ ഇൻ എൽ ഷെൽ? എൽ ഷെല്ലില് എത്ര സബ്ഷെല്ലാണുള്ളത് മക്കളെ? എൽ ഷെല്ലിൽ എത്ര സബ്ഷെല്ലാണുള്ളത്? പിന്നെ 2 ഷെല്ല് നോക്കെ. എൽ എത്ര സബ്ഷെൽ ഉണ്ട്? ഓക്കെ, നമുക്കറിയാം 2s ഉം 2p, അങ്ങനെ 2 ഷെല്ലാണുള്ളത്. 2s and 2p ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അറ്റോമിക് നമ്പർ ഓഫ് അയൺ ഈസ് 26. അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയൺ. അങ്ങനെയാണെങ്കിൽ അയണിന്റെ ഇലക്ട്രോണിക വിന്യാസം എഴുതിക്കേ മക്കളെ, എഴുതിക്കേ. യെസ് സാർ, വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. വന്നോ, കുഴപ്പമില്ല, വെള്ളമല്ല. ഓക്കെ, ആരാണ് സാർ? ഒരാളെ വിളിക്കാൻ നോക്കുക. ആരാണ് വരുന്നത്? ഒളിച്ചിരിക്കുന്ന ഒരാളെ വിളിച്ചു. അങ്ങനെ സാറ് ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചു. അമൃതേനെയാണ് ഒളിച്ചിരിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അമൃത സുനിൽ. എന്താണ് സാർ? അമൃത ഇങ്ങനെ കാര്യമായിട്ടിരുന്ന് എഴുതുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് സാർ വിളിച്ചാന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അമൃത പറഞ്ഞോ, പോരട്ടെ. 26ന്റെ അറ്റോമിക് 1s2 മുതലങ്ങ് തുടങ്ങിക്കോ. 3d6 ആണോ? ആണ്, ഉറപ്പിച്ചോ? 1 തരം, 2 തരം, 3 തരം ഉറപ്പിച്ചു? ഉറപ്പിച്ചില്ലേ? എന്തിനൊന്നും ഉറപ്പിക്കേ. ആണ്, പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ തെറ്റിപ്പോയാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. ഓക്കെ, ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ അമൃത ഇപ്പൊ കരയുന്നുള്ള അവസ്ഥയില്ല. ഓക്കെ, 3d6 ആണ് കേട്ടോ. ഓക്കെ, 1s2 2s2 2p6 3s2 3p6 4s2 3d6 ആണ് എന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഓക്കേടാ, കാണാം. ഓക്കെ, റൈറ്റ് ദ പീരിയഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് അയൺ. ഓക്കെ, അതിന്റെ പീരിയഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിച്ച് തരിക. ആര് കണ്ടുപിടിച്ച് തരും? ഓക്കെ, കണ്ടുപിടിച്ച് വന്ന ഒരാള് റിഫിയാണ്. റിഫി ഇങ്ങനെ നമ്മുടെ ഈ കഥകളിക്കൊക്കെ ഇരിക്കും പോലെ നവരസങ്ങളൊക്കെ കാണിച്ച് തരുന്നുണ്ട്. ഓക്കെ, റിഫ. ഓ, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ ആളുടെ, അല്ലെ? വളരെ സൗമ്യാണ്. പീരീഡ് 4 അല്ലെ? ഗ്രൂപ്പ് എത്രയാ പറഞ്ഞ? 8. ഓക്കെ, 8 ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ 1s2 2s2, അപ്പൊ 3d6ഉം 4s2 ആണ് അല്ലെ? അപ്പൊ എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് ഡി ഇലക്ട്രോണുകളെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ 6+2 8 ആണ് ഗ്രൂപ്പ് വരുന്നത്. പീരിയഡ് 4 ആണ് വരുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe2+ അയൺ. Fe2+ അയണിന്റെ, അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഈ അയണിൽ നിന്ന് 2 ഇലക്ട്രോൺ ചാടിപ്പോയി അല്ലെ? 2 ഇലക്ട്രോൺ ആരുടെ ഒപ്പം പോയി. അപ്പൊ അതെന്തായി മാറി? Fe2+ അയോണായി മാറി. അങ്ങനെയാണെങ്കിൽ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞുതരാൻ ആര് വരും സാർ? നമുക്കൊരാളെ വിളിക്കാം. അദ്ദേഹമാണ് എയ്ബൽ അല്ലെ? എയ്ബൽ ആന്റോ അല്ലെ? അല്ല, സോറി, ABL എന്നാണോ സാർ? ഓക്കെ, ABL ആന്റോ. ഞാൻ ഓർത്ത് ഇവന്റെ പേര് വിളിച്ചിട്ട് ഇവന് ഒരു മൈൻഡും ഇല്ലല്ലോ. ഓക്കെ, പറഞ്ഞോളാം. 3s2 3d6. വെരി ഗുഡ്. ഓക്കെ, കാരണം 4s നിന്നായിരിക്കും ആദ്യം ഇലക്ട്രോൺ എന്ത് ചെയ്യുക? ഇറങ്ങി പോവുക. ഓക്കെ, അതുകൊണ്ട് എന്തായിരിക്കും? 3d6 ആണ് വരേണ്ടത് കേട്ടോ. ഓക്കേടാ, ഓക്കെ, കാണാം.
ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, ഇതിന്റെ ആൻസർ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ സ്വന്തമായി എഴുതി പോവുക. എന്താണ് സാർ, ഡി ബ്ലോക്കിന്റെ പീരീഡ് 4s ആണോ 3D ആണോ എടുക്കുക? അതല്ലേ പറഞ്ഞത്, പീരീഡ് എന്ന് പറയുമ്പോൾ ഹൈയസ്റ്റ് മെൻഷൻ നമ്പറെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ഔട്ടർമോസ്റ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്, ഹൈയസ്റ്റ് മെൻഷൻ നമ്പർ. 4s ആണോ 3D ആണോ ഹൈയസ്റ്റ് മെൻഷനിൽ വരിക? 4 ആണ് വരിക. 4ഉം 3 എടുക്കും, 4 ആണ് വരിക. ഓക്കെ, അപ്പൊ 4നെയാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പർ ഓഫ് ക്രോമിയം 24 ആണ്. റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് chromium and give reason for the peculiar electronic configuration of chromium. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? അത് പറയാൻ എനിക്ക് ഒരാളെ വേണം സാർ. ആരാണ് വരുന്നത്? എടാ, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. ഓക്കെ, ആരാണ് സാർ ഇത്? ആഷിഖ് PS. മോനെ എടാ കുട്ടാ പറഞ്ഞേ, ക്രോമിയത്തിന്റെ പറ. സ്റ്റേബിൾ ആയിരിക്കുന്ന പറഞ്ഞാൽ മതി, അല്ലാതെ നമുക്ക് ആവശ്യമില്ല. അവൻ പറയാ എടാ സ്റ്റേബിൾ ആയിരിക്കാന്നുള്ള എന്റെ റീസൺ ആണ്. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറ. 4:3D5 ആണോടാ? 4:3D5 കേട്ടോ. അവൻ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോവാണ് അല്ലെ, 4:3D5 എന്നൊക്കെ. 4:3D5 ആണ് കേട്ടോ. ഓക്കെ, അതിന്റെ റീസൺ പറഞ്ഞു. എന്താണ്? മോസ്റ്റ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അടുത്തത്, ടു വിച്ച് ബ്ലോക്ക് ഡസ് ക്രോമിയം ബിലോങ്? അങ്ങനെയാണെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് ക്രോമിയം വരുന്നത്? ഓക്കെ, ബ്ലോക്കും ഗ്രൂപ്പും കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ അത് ബ്ലോക്ക് എന്നും മലയാളത്തിൽ അത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ബ്ലോക്കും പീരീഡും പറഞ്ഞു, ബ്ലോക്കും ഗ്രൂപ്പും പറഞ്ഞു. ആരാണ് സാർ വരുന്നത്? അനുഷ്ക ശർമ്മയുടെ വലിയ ആരാധികയാണോ? അങ്ങനെയൊന്നുമില്ല, എന്റെ പേര് കണ്ടിട്ടാണോ അനുഷ്ക ശർമ്മയ്ക്ക് പേരിട്ടത് അല്ലേ? അങ്ങനെയാണോ? ഓക്കെ, എന്നാ പറഞ്ഞോ, ഏത് ബ്ലോക്കാണ് ക്രോമിയം വരിക? അത് നല്ലൊരു ഉത്തരമായി പോയിട്ട്. അത് നിങ്ങൾ കേട്ടോ മക്കളെ? അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ സാർ അത് ഞാൻ നോക്കേണ്ട വരും. അപ്പൊ SSLCക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം കേട്ടോ ടീച്ചറെ, ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ട്. അങ്ങനെ പറയോ? എടാ, ക്രോമിയം 4s1 3d5, അപ്പൊ അത് ഏത് ബ്ലോക്കിൽ വരും? ഡി ബ്ലോക്ക് കേട്ടോ. ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4s1 3d5. അപ്പൊ 5+1 അല്ലെ? ഔട്ടർമോസ്റ്റ് S&D നിൽക്കുന്ന ഇലക്ട്രോണിക് നമ്പർ ആഡ് ചെയ്യുക. അപ്പൊ 5+1 6 ആണ്. സോ എന്താണ് അതിന്റെ ഗ്രൂപ്പ് വരുന്നത്? 6th ഗ്രൂപ്പ് ആണ് വരുന്നത് കേട്ടോ. ഇപ്പൊ ശരിയാവില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസേഴ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തോന്നില്ലല്ലോ സാർ? ഓക്കെ, വലിയൊരു വരവാണ്. ഓക്കെ, 36. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സബ്ഷൽ ഇസ് നോട്ട് പോസിബിൾ ഇൻ ആൻ ആറ്റം? ഒരു ആറ്റത്തിൽ സാധ്യമല്ലാത്ത സബ്ഷൽ ഏതാണ്? 3f 4s and 1s 3d. ഇതില് പോസിബിൾ അല്ലാത്ത ഒരു സബ്ഷൽ ഏതാ മക്കളെ? അത് പറയാൻ ആരാണ് സാർ വരുന്നത്? ആരെ വിളിക്കാം? ഓക്കെ, വിഷമത്തോട് കൂടി ഇരിക്കുന്ന ദേവിക, ഗുഡ് ഈവനിങ്. ദേവിക സൗണ്ടില്ലല്ലോടാ. നല്ല സൗണ്ടാ. ഓക്കെ, ദേവിക എങ്ങനെ ഉണ്ടായിരുന്നു ഫിസിക്സ് എക്സാം? അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി. ഇനി A+ കിട്ടുമെന്ന് ഉറപ്പാണ്. കിട്ടും. കെമിസ്ട്രിക്ക് കിട്ടുമോ? മോഡൽ എത്ര ഉണ്ടായിരുന്നു മാർക്ക്? വൗ, ആ 2 മാർക്ക് എവിടെ പോയി? കണ്ണ് കിട്ടണ്ടെന്ന് ഓർത്ത് ഞങ്ങൾക്ക് കൊടുത്തു. അങ്ങനെയാണോ? അല്ല, കണ്ണ് കിട്ടണ്ടല്ലോ സാറേ എന്ന് ഓർത്ത് 2 മാർക്ക് ഞങ്ങൾ വെറുതെ കൊടുത്തു. ഓക്കെ, പേരിടാൻ പോയപ്പോ മാറിപ്പോയി. പിന്നെ അത് മാറരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ദേവിക അല്ലെ? ദേവിക പറയും
ഇത് ആൻസർ ഏതാ മോളെ? 3F ആണ് അല്ലെ? പോസിബിൾ അല്ലാതെ 3F ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, 3D വരെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളൂ. 3D കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4S ആണ് പറയാറുള്ളത് അല്ലെ? അല്ലെങ്കിൽ 4S കഴിഞ്ഞ് 3D പറഞ്ഞങ്ങ് പോവുക, പിന്നെ 4ന്റെ കേസുകളാണ് പറയുന്നുള്ളൂ. അവിടെ എന്ത് പറയുന്നില്ല? 3Fന്റെ കേസ് നമ്മൾ പറയുന്നില്ല. കാരണം എന്താണ്? M എന്ന് പറയുന്ന സബ്ഷനിൽ ഏതൊക്കെയാ ഉള്ളൂ? 3S 3P ആൻഡ് 3D മാത്രമേ ഉള്ളൂ. F വരുന്നത് 4ലാണ് അല്ലെ? 4F മുതലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ okay, next question. The data obtained for the different gases kept at same temperature and pressure is given below. എന്താണ്? നൈട്രജൻ, ഓക്സിജൻ, അമോണിയ ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ചെയ്താണ്. ഇതാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചാടി കയറി ആൻസർ ചെയ്തത് കൃത്യമായി ശ്രദ്ധിച്ചു നോക്കുക. വോളിയം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിരിക്കുന്നത്. അപ്പൊ വോളിയം, വ്യാപ്തവും അതുപോലെ തന്നെ തന്മാത്രകളുടെ എണ്ണവും, അത് നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിൽ ബന്ധമുള്ള ലോ ഏതാ മക്കളെ? ഏതാണ്? ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവരൊന്ന് സാറേ ഒന്ന് കൈ വീശി വിളിച്ച. ഓക്കെ മക്കളെ, സോറി, ഒരു ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടി വന്നായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ആൻസർ ആരാണ് സാർ വരുന്നത്? യെസ്, മേരിമോൾ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, മേരിമോൾ ആണ് പറഞ്ഞത് എനിക്ക് ഇനി ക്ലാസ് വേണ്ട സാർ എന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പൊ മേരിമോളോട് നമുക്ക് ചോദിക്കാം. മറക്കില്ല, ഞാൻ മറക്കില്ല. എന്താണ്? x/2. ഓക്കെ, എയുടെ ആൻസർ x/2 വരുന്നു. എങ്ങനെ മക്കളെ x/2 വന്നത്? ജസ്റ്റ് ഒന്ന് പറയാമോ? വെരി ഗുഡ്. അതായത് വോളിയം 20 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഹാഫ് ആകും. അപ്പൊ x/2 ആയിരിക്കും ഇവിടെ വരുന്നത്. ആൻസർ x/2 ആണ് വരേണ്ടത്. ഓക്കെ, കാരണം എന്താണ്? ഓക്സിജന്റെ, കാരണം വോളിയം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മക്കളെ? എന്ത് കൂടുന്നു പറഞ്ഞിട്ടുണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും. കാരണം അവഗാഡ്രോ ലോ ആണ്, അവഗാഡ്രോ നിയമം പറയുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസും വോളിയം എന്താണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 20 ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 20യിൽ നിന്ന് 10 ആയിട്ട് കുറഞ്ഞു, നേർ പകുതിയായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? x/2 വരും. ഓക്കെ, ബി അങ്ങനെയാണെങ്കിൽ എന്ത് വരും മക്കളെ? അമോണിയ. ഇവിടെ 2x ആണ്, അപ്പൊ ഇവിടെ എന്ത് വരും? 40 വരും. കാരണം 2 × 40 അല്ലെ? ഇവിടെ എക്സിനോട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 2 വെച്ച് തന്നെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ 20നോട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2 × 20 40 വന്നു. ക്ലിയർ ആണെങ്കിൽ ഉഷാറിന്റെ കൈ വീശാം. സെറ്റ് ആണോ? ഓക്കെ, അപ്പോൾ നല്ലപോലെ അത് നോക്കി പഠിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ മക്കളെ. ആയിരുന്നു ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അവഗാഡ്രോസ് ലോ ആണ്, അവഗാഡ്രോ നിയമമാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ കൂടിയാണ്. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് എക്സ് ഇസ് 26. ഫൈൻഡ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ? കാരണം അയണിന്റെ അറ്റോമിക് നമ്പർ ആണ് 26 എന്നും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, അത് ഏതാണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. റൈറ്റ് വൺ പ്രോപ്പർട്ടി ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്. കൂടെ ഡി ബ്ലോക്ക് എലമെന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഡി ബ്ലോക്ക് എലമെന്റുകളുടെ എല്ലാറ്റിന്റെയും എന്ത് പഠിക്കണം? പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കണം. കളർ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്നുള്ളതൊക്കെ പഠിച്ചു വെച്ചോളണം. സെറ്റാണ് എല്ലാവരും? ഓക്കെ, സെറ്റ് അല്ല എല്ലാവരും? ഓക്കെ,
കൂടാതെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം എന്താണെന്നുള്ള കാരണം പഠിക്കണം കേട്ടോ. കാരണം ഫോറസിന്റെയും ഔട്ടർ മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എസ് ആൻഡ് ഡി സബ്ഷെല്ലുകളുടെ എനർജിയിൽ എന്താണ് ചെറിയ ഡിഫറൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്താണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായി കിടപ്പുണ്ട്, അതും പഠിക്കണം. അതുപോലെ കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള കാരണം, കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ഡി ബ്ലോക്ക് എലമെന്റ് എന്നുള്ളത് പഠിക്കണം. ലാന്തനോയിഡ്സ് ആക്ടിനോയിഡ്സ് ആ ഭാഗമൊക്കെ അറിഞ്ഞിരിക്കണം. നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ഇതൊക്കെ എന്ത് ചെയ്തോളണം, ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ്, ഒരു 30 സെക്കൻഡൊക്കെ ഞാൻ എന്ത് ചെയ്യുവാണ്, ജസ്റ്റ് ഒന്ന് വീഡിയോ ഓഫ് ചെയ്യുവാണ്. ആരും പോകരുത്, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 2 പ്രോബ്ലവും കൂടി ഞാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കൂടാതെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വിന്നേഴ്സിലുള്ള സ്റ്റുഡൻസിന് നാളെ രാവിലെ കൃത്യം 6 മണിക്ക് എന്തുണ്ട്, ക്ലാസ് ഉണ്ട് കേട്ടോ. ഓൺലൈനിൽ ക്ലാസ് ഉണ്ട് 6 മണിക്ക്. അപ്പൊ അതാരും എന്ത് ചെയ്യരുത്, മറക്കരുത്. സെറ്റാണ് എല്ലാവരും? ഓക്കെ, അപ്പൊ അത് ആരും മറക്കരുത്. കൃത്യം 6 മണിക്ക് തന്നെ ക്ലാസ് ഉണ്ട് കേട്ടോ രാവിലെ. ഓക്കെ, അപ്പോൾ വിന്നേഴ്സിലുള്ള സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ, ഒരു 1.5 മണിക്കൂറത്തെ ക്ലാസ് ഉള്ളൂ. അപ്പൊ അതിനെല്ലാവരും റെഡി ആയിട്ട് ഇരിക്കണം. ഓക്കെ, ഈവനിങ് ആസ് യൂഷ്വൽ ആയിട്ട് 6:30 ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, 7 മണിക്കല്ല 6:30 ആയിരിക്കും. നാളെ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ 6:30 തന്നെ എല്ലാവരും ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു 30 സെക്കൻഡത്തേക്ക് ഞാനൊന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. 2 പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് വന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ചെയ്തൊന്ന് നോക്കുക കേട്ടോ. യെസ് മക്കളെ, ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു ടേബിൾ തന്നിട്ടുള്ളത്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ ടേബിൾ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സംയുക്തമായിട്ട് O2 തന്നിട്ടുണ്ട്, GMM 36 തന്നിട്ടുണ്ട്. വേറെ നോക്കണം, 36 ആണെന്ന് GMM തന്നിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ട് എത്രയെന്ന്, 360 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നമ്പർ ഓഫ് മോള് കണ്ടുപിടിക്കുക. വോളിയം മറ്റേ STP തന്നിട്ടുണ്ട് 224 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മക്കളെ, നമുക്ക് GMM തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. 360 ഡിവൈഡഡ് ബൈ 36 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10 കിട്ടും അല്ലെ, 10 മോൾ കിട്ടും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ 17 ആണ് GMM തന്നിരിക്കുന്നത് അല്ലെ. NH3യുടെ 17 GMM തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടില്ല. പക്ഷെ നമ്പർ ഓഫ് മോൾ 5 ആണ് തന്നിട്ടുണ്ട്, വോളിയം STP 112 തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ മാസ് ഇൻ ഗ്രാംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് മോൾ തന്നിട്ടുണ്ട് എത്ര, 5 ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ GMM അല്ലെ. അപ്പൊ 17 × 5 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. എത്ര കിട്ടും, 17 × 5 85 എന്നുള്ള ആൻസർ കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ CO2 ചെയ്യുവാണ്. നമുക്ക് GMM തന്നിട്ടില്ല, GMM കണ്ടുപിടിക്കാൻ, CO2 GMM കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ മതി, കാർബണിന്റെ 12 നമുക്കറിയാം അല്ലെ. കാർബണിന്റെ 12 ആണ് അറ്റോമിക് മാസ്. ഓക്സിജന്റെ എത്രയാണ്, 16 ആണ്. എപ്പോഴും ചെയ്ത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്സിജന്റെ 16 ആണ്, കാർബണിന്റെ എത്രയാണ്, 12 ആണ്. സോ അവിടെ കാർബൺ എത്ര എണ്ണം ഉണ്ട്, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് 1 × 12 പ്ലസ് എത്ര ഓക്സിജൻ, 2 ഓക്സിജൻ ഉണ്ട്, 2 × 16 ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ, 44 കിട്ടും. 44 കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, മാസ് ഇൻ ഗ്രാംസ് നമ്പർ ഓഫ് മോളും വെച്ച് ചെയ്യാം അല്ലെ. അപ്പൊ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾ ആയിരിക്കും വരിക അല്ലെ. 88 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും, 44 തന്നെ കിട്ടും ആൻസർ. ഓക്കെ, HCl-ന്റെ 36.5 ആണ് GMM തന്നിരിക്കുന്നത്. മാസ് ഇൻ ഗ്രാംസ് 73 ആണ്. നമ്പർ ഓഫ് മോൾ 2 ആണ്. നമ്പർ ഓഫ് മോൾ 2 തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, വോളിയം മറ്റേ STP 22.4 ലിറ്ററിനോട് 2 വെച്ച് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും, 44.8 കിട്ടും. ക്ലിയർ അല്ലേ? ഇതിന്റെ ആൻസർ പറഞ്ഞത് ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി ഉഷാറായിട്ട് കഴിച്ചുക. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യുക, കേട്ടോ. ഓക്കെ,
ഓക്കെ മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, 170 ഗ്രാം അമോണിയ അറ്റ് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന 170 ഗ്രാം അമോണിയ വാതകത്തിന്റെ വ്യാപ്തം കണക്കാക്കുക. എങ്ങനെ ചെയ്താൽ? വോളിയമാണ് കണക്കാക്കേണ്ടത്. അപ്പൊ നമുക്ക് മാസ് തന്നിട്ടുണ്ട്. 170 ഗ്രാം എന്ന് പറയുമ്പോൾ അത് എന്താണ്? മാസാണ്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രാം എന്ന് പറഞ്ഞ മാസ്, ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി ഒന്നും തന്നിട്ടില്ല, വെറുതെ തന്നേക്കുവാണ് എന്നുണ്ടെങ്കിൽ അതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഗ്രാം തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, STPയിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ? ആൻസർ ചെയ്യാൻ ഗിവൺ മാസ് 170 ഗ്രാം, തന്നിരിക്കുന്ന മാസ് 170 ഗ്രാം ആണ്. 1 GMM എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22.4 ലിറ്റർ. കാരണം STP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 മോൾ എന്ന് പറഞ്ഞാൽ അല്ലെ, 1 GMM എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ അറിയും, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. നമ്മൾ ചെയ്തു. എന്താണ് നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാൻ? ഗിവൺ മാസ് 170 ഡിവൈഡഡ് ബൈ 17 ചെയ്തു. എത്ര കിട്ടി? 10 GMM എന്ന് കിട്ടി അല്ലെ, 10 GMM. അപ്പൊ 10 GMM ഈക്വൽ ടു 10 മോൾ ആയിരിക്കുമല്ലോ. കാരണം 10 GMM 10 മോളും സെയിം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾ ഇൻറ്റു 22.4 ലിറ്റർ ചെയ്താൽ പോരെ. കാരണം നമുക്കറിയാം നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾ ഇൻറ്റു 22.4 ലിറ്റർ. 10 into 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ 224 ലിറ്റർ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഷർട്ട് കൈവശുക എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് പലപ്പോഴും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ തന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, കൂടാതെ നിങ്ങളുടെ വിന്നേഴ്സിനുള്ള സ്റ്റുഡൻസിന്റെ കയ്യിൽ മെറ്റീരിയൽ കിടപ്പുണ്ട്. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ബാക്കിൽ കിടപ്പുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ഒന്നുകൂടി വർക്കൗട്ട് ചെയ്തതിന് ശേഷം എക്സാമിന് എന്ത് ചെയ്യുക? പോവുക. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്സ് കിട്ടട്ടെ. നല്ല മാർക്സ് അല്ല, A+ തന്നെ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ഓക്കെ എന്ത് ചെയ്യുക? എക്സാംസിനൊക്കെ പോവുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി വിന്നേഴ്സിൽ എന്താണ് ബൈ ബൈ പാർട്ടിക്കൊക്കെ നിങ്ങൾ വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ പരിപാടിക്കൊക്കെ വരിക. അതുപോലെ ഫുൾ A+ ഒക്കെ മേടിച്ച് കഴിയുമ്പോൾ ഇവിടേക്ക് ലഡു എന്താ പറയുക, കേക്കൊക്കെ ആയിട്ട് വരിക. ഓക്കെ, കോട്ടപ്പുറത്തേക്ക്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ വിന്നേഴ്സിലുള്ള സ്റ്റുഡൻസിന് നാളെ രാവിലെ കൃത്യം 6 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.